coming soon. കാണുന്നില്ലേ, അറിയുന്നില്ലേ കാലത്തിനടയാളങ്ങൾ, കേൾക്കുന്നില്ലേ, ഓർക്കുന്നില്ലേ കർത്താവിൻ പ്രവചനങ്ങൾ. വരികയായി രാജാധിരാജൻ, ഒരുങ്ങുവിൻ പ്രിയജനമേ, കൊയ്ത്തിനു കാലമായി, വിളവുകൾ പാകമായി, ആത്മാവിൻ അഭിഷേകത്താൽ ആത്മാക്കളെ കൊയ്തിടാം. പ്രാർത്ഥനയാലേ പരിത്യാഗത്താലേ സുവിശേഷ വേല ചെയ്യാം, ആത്മാക്കളെ നേടിടാം. റേമാ റേമാ, കർത്താവ് സംസാരിക്കുന്നു. റേമാ റേമാ, കർത്താവ് സംസാരിക്കുന്നു. ജനമേ, ദൈവജനമേ, ഹൃദയം തുറന്നു കേൾക്കുവിൻ. കർത്താവിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഷെക്കേന ടെലിവിഷനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കായി ഒരുക്കിയിട്ടുള്ള റേമ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. ഷെക്കേന ടെലിവിഷനിലൂടെയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയെല്ലാം ലോകത്തിൻ്റെ പല ദിക്കുകളിലിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഏവരും കർത്താവിൻ്റെ കൃപയുടെ സമൃദ്ധിയിൽ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം ടെലിവിഷനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, ആവശ്യങ്ങൾ, നിയോഗങ്ങൾ ടെക്സ്റ്റായിട്ട്, മെസ്സേജായിട്ട് ഈ സമയം അയക്കാവുന്നതാണ്. യൂട്യൂബിലെ കമൻറ്റ് ബോക്സിലും മെസ്സേജുകൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. ഈ ശുശ്രൂഷയുടെ സമാപന നിമിഷങ്ങളിൽ നമ്മൾ ഒരുമിച്ച് ഒരു മനസ്സോടെ കർത്താവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ്. നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങൾ ചെയ്യുന്ന സമയം, നമുക്ക് വേണ്ടി കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ പ്രവർത്തിക്കുന്ന സമയം, നമ്മുടെ ആവശ്യങ്ങളിലേക്ക്, നമ്മുടെ നിയോഗങ്ങളിലേക്ക് ദൈവശക്തിയായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന സമയങ്ങളാണ്. പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെ സകല ഭാരങ്ങളെയും നമ്മുടെ മധ്യയുള്ള കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എന്ത് നിയോഗവുമായിട്ടാണ് നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത്, ആ നിയോഗങ്ങൾ നമുക്ക് വേണ്ടി ചേർത്ത് തരുവാൻ മതിയായവനാണ് നമ്മുടെ കർത്താവ്. 84-ാം സങ്കീർത്തനം 6-ാം തിരുവചനം ദൈവത്തിന്റെ തിരുവെഴുത്ത് പ്രകാരം പറയുകയാണ്: ബാക്ക താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ അവർ അതിനെ നീരുറവകളുടെ താഴ്വരയാക്കുന്നു, ശരത്കാല വൃഷ്ടി അതിനെ ജലാശയങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു. ബാക്ക താഴ്വരയിലൂടെ അവർ കടന്നു പോകുമ്പോൾ നീരുറവകളുടെ താഴ്വരയാക്കി മാറ്റുകയാണ്. എന്താണ് ബാക്ക താഴ്വര? കണ്ണുനീരിന്റെ താഴ്വരയാണ്, സങ്കടങ്ങളുടെ താഴ്വരയാണ്, ഒരുപാട് നൊമ്പരങ്ങളുടെയും ദുഃഖ ദുരിതങ്ങളുടെയും താഴ്വരയാണ് ബാക്ക താഴ്വര. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഇതുപോലുള്ള അനുഭവങ്ങളിൽ കടന്നു പോകുന്നവരാണ്. ചുട്ടുപൊള്ളുന്ന തകർച്ചകള്, മനസ്സ് മരവിപ്പിച്ച് കളയുന്ന നീറുന്ന നൊമ്പരങ്ങള്, കുടുംബത്തെക്കുറിച്ച് മക്കളെക്കുറിച്ചുള്ള പലവിധ ആശങ്കകള്, അടിക്കടിക്കുണ്ടായ പരാജയങ്ങൾ മൂലം ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയവര്,
അപ്രതീക്ഷിതമായ സമയത്ത് ജീവിതത്തിൽ ആഞ്ഞടിച്ച ചില മാറാ രോഗങ്ങള്, ഇതുമൂലം നിരാശപ്പെട്ട് കഴിയുന്ന ആയിരങ്ങള്, ബാക്ക താഴ്വരയുടെ നൂറ് അനുഭവങ്ങള് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങളിലുണ്ട്. എന്നാൽ കർത്താവിൻ്റെ കൃപയ്ക്ക് എല്ലാം പുനരുദ്ധരിക്കുവാൻ കഴിയും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് എല്ലാം സാധ്യമാണ്. പരിശുദ്ധാത്മാവിന് കഴിയാത്തതായ യാതൊന്നുമില്ല. ബാക്ക താഴ്വരകളെ, കണ്ണുനീരിന്റെ അനുഭവങ്ങളെ, നൊമ്പരത്തിന്റെ അനുഭവങ്ങളെ ആനന്ദത്തിന്റെ കൃപയുടെ അനുഭവങ്ങളാക്കി മാറ്റുവാൻ കർത്താവിന്റെ കൃപയ്ക്ക് കഴിയുമെന്ന് എൻ്റെ സഹോദര സഹോദരി ഉറച്ചു വിശ്വസിക്ക്. ഈ വിശ്വാസമാണ് നമ്മുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കുന്നത്. ഈ ശുശ്രൂഷ വഴി കർത്താവിന്റെ ആത്മാവ്, ഈ അഭിഷേകമാണ് നമ്മുടെ ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക് ചൊരിയുവാനായി പോകുന്നത്. സാഹചര്യങ്ങളെ മാറ്റുന്നവരായി മാറുക. നമ്മുടെ സാഹചര്യങ്ങൾ എന്തുമാവട്ടെ, നമ്മൾ അതിനോർത്ത് അസ്വസ്ഥരാകേണ്ട. അതിന്റെ നടുവിലും നമ്മെ കരുതുവാൻ, നമ്മെ പരിപാലിക്കുവാൻ, നമ്മെ വളർത്തുവാൻ, നമ്മെ വഴി നടത്തുവാൻ ശക്തനാണ് നമ്മുടെ കർത്താവായ ദൈവം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 14-ാം അധ്യായം 3-ാം വചനത്തിൽ വീണ്ടും ദൈവത്തിന് തിരുവെഴുത്ത് പറയാണ്, എങ്കിലും അവർ വളരെ നാൾ അവിടെ താമസിച്ച് കർത്താവിനെ പറ്റി ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ അവർക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് കർത്താവ് തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷ്യം നൽകി. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വിശുദ്ധ പൗലോസും മറ്റു ശിഷ്യരും കർത്താവിന്റെ വചനം ധൈര്യപൂർവ്വം പ്രഘോഷിക്കുകയാണ്. തന്റെ വചനത്തെ സ്ഥിരീകരിക്കുവാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകി കർത്താവ് ആ വചന ശുശ്രൂഷകളെ എല്ലാം അനുഗ്രഹിച്ചു. കൃപയുടെ വചനത്തിന് സാക്ഷ്യം നൽകുവാൻ കർത്താവ് അവരെ സഹായിക്കുകയാണ്. ഈ കർത്താവ് ഇന്നും ജീവിക്കുന്നവനാണ്. റേമ ഈ ശുശ്രൂഷ 10,000-ങ്ങളാണ് ടെലിവിഷൻ വഴിയും ഓൺലൈൻ വഴിയും കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകി, മാനസാന്തരങ്ങൾ നൽകി, പരിശുദ്ധാത്മാവിന് കൃപാവരങ്ങൾ നൽകി, രോഗസൗഖ്യങ്ങൾ നൽകി, ഡെലിവറൻസുകൾ നൽകി, നമ്മുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ, സമൂഹങ്ങളെ സന്ദർശിക്കുവാൻ കർത്താവ് ഇറങ്ങി വരുന്ന സമയമാണ്. വീണ്ടും അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19-20 ദൈവത്തിന്റെ വചനം പറയാണ്, അങ്ങനെ കർത്താവിന്റെ വചനം വിപുലമായി പ്രചരിക്കുകയും അതിന്റെ ശക്തി വെളിപ്പെടുകയും ചെയ്തു. കർത്താവിന്റെ വചനം വിപുലമായി പ്രചരിച്ചു. ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് കർത്താവിന് ധീരതയോടെ സാക്ഷി നൽകുവാൻ. ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമുക്ക് നല്ല നല്ല തീരുമാനങ്ങൾ ഉണ്ടാകണം. കർത്താവിന് സാക്ഷ്യം നൽകുവാൻ, കർത്താവിന്റെ ആഗ്രഹങ്ങൾക്കൊത്തവിധം പ്രാർത്ഥിക്കുന്നവരായി മാറാൻ, ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കാരാകാൻ, ലോകത്തിനും തിരുസഭയ്ക്ക് വേണ്ടി മധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കുവാൻ, പരിത്യാഗങ്ങൾ ഏറ്റെടുക്കുവാൻ, ലോക ജനതയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ആത്മനിറവോടെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. കർത്താവിന്റെ വചനത്തിന്റെ ശക്തി നാളുകളിൽ നമ്മിലൂടെയാണ് വെളിപ്പെടേണ്ടത്. ഇത് പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹമാണ്. നമുക്ക് പൂർണ്ണമായി ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധാത്മാവ് എല്ലാം നിയന്ത്രിക്കട്ടെ. പരിശുദ്ധാത്മാവ് എല്ലാം നയിക്കട്ടെ. പരിശുദ്ധാത്മാ തീ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ കാറ്റ് നമ്മുടെ ജീവിതങ്ങളെ ആഞ്ഞടിക്കട്ടെ. സാത്താൻ കോട്ടകളെ തകർക്കുന്ന, പൈശാചിക കെട്ടുകളെ പൊട്ടിക്കുന്ന, നാരകീയ ബന്ധനങ്ങൾ അഴിക്കുന്ന, മന്ത്രവാദ കൂടോത്രാഭിചാര ശക്തികളെ നിർവീര്യമാക്കുന്ന ദൈവശക്തിയായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരാൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും 3 പ്രാവശ്യം ഒരുമിച്ച് സ്നേഹത്തോടെ വിളിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ച ദൈവമക്കളെ, കർത്താവിന്റെ ജീവനുള്ള സാന്നിധ്യം അനുഭവിക്കുക. നമ്മുടെ മധ്യ യേശു വന്നിട്ടുണ്ട്. യേശു പ്രവർത്തിക്കുകയാണ്. കർത്താവ് ഇടപെടുകയാണ്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുകയാണ്. കർത്താവ് നമ്മുടെ മധ്യേ ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹൃദയം തുറന്ന് വിളിക്കാം, പരിശുദ്ധാത്മാവേ വരണമേ,
പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളോട് സംസാരിക്കണമേ, ആവശ്യമായ ആവശ്യമായ ദൈവികാലോചനകൾ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പതിനായിരങ്ങളെ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ അല്പം ഉയർത്തി യേശുനാമം വിളിച്ചു വിളിച്ചു പ്രാർത്ഥിക്കുക. യേശുനാമ ശക്തി നിറയട്ടെ, യേശുനാമത്തിന് അഭിഷേകം നിറയട്ടെ, യേശുനാമത്തിൽ ലഭിക്കുന്ന ഡെലിവറൻസ് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ഈശോയേ, ഹൃദയത്തോടെ വിളിച്ചു വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോയേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ. കർത്താവേ, കുടുംബങ്ങളിൽ നിന്ന്, വിവിധ സമൂഹങ്ങളിൽ നിന്ന് കർത്താവേ യേശുവിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ആയിരങ്ങളുടെ മേൽ കൃപ വർഷിക്കണമേ. ബ്ലെസ്, ബ്ലെസ് ലോർഡ്. വലിയ ആനന്ദത്തോടെ ആത്മനിറവോടെ നമ്മൾ ഒരുമിച്ചൊരു കുടുംബമായി പാടി പ്രാർത്ഥിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുകയാണ് എല്ലാവരും ചേർന്ന്. ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ, എലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ചേർന്ന് പാടാം. അഗ്നി അയക്കണമേ, ആമേൻ. എലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉയർത്തണമേ. എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിച്ച്. ഉണർത്തണമേ, അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ഈശോയേ, ശക്തി തരണമേ. നിറയണമേ, ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി. എത്ര പേര് ആഗ്രഹിക്കുന്നു? കർത്താവിനോടൊന്ന് പറഞ്ഞേ, സ്നേഹത്തോടെ പറഞ്ഞേ, എന്നെ നീ പോരാ പോരാ എല്ലാവരും. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ, എലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. ദാനിയേലിൻ ദൈവമേ എല്ലാവരും എന്നെ ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ഈശോ, ഈശോ, ഈശോ. അഗ്നിയായി ശക്തിയായി കരങ്ങൾ എന്നിൽ ഉയർത്തിയടിച്ച്. നിറയണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഫയർ, ഫയർ, ഫയർ. ആത്മതീ ഓരോ വ്യക്തിയിലും, കുടുംബത്തിലും, കൂട്ടായ്മകളിൽ, സമൂഹങ്ങളിൽ, ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ കത്തിപ്പടരട്ടെ. പരിശുദ്ധാത്മാവേ, 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 വരിക, വരിക, വരിക. ആത്മാവേ എന്നിൽ നീ കരങ്ങൾ ഉയർത്തി ഹൃദയത്തോട് ഒരു സ്വരത്തിൽ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, ജീവിക്കുന്ന ആത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, കത്തിപ്പടരണമേ. പൈശാചിക ശക്തികള്, നാരിക പോരുകള്, അന്ധകാരാധിപത്യങ്ങള്, തിന്മയുടെ ശക്തികള്, പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ തീയായി വന്ന് നിർവീര്യമാക്കണമേ. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, കൂട്ടായ്മകളെ ബലപ്പെടുത്തണമേ, സമൂഹങ്ങളെ വിശുദ്ധീകരിക്കണമേ, ലോകരാജ്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ കാറ്റായി ആഞ്ഞു വീശണമേ. സ്പിരിറ്റ് ഓഫ് ഗോഡ് മൂവ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. കർത്താവേ, വിവിധ നിയോഗങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകം ജീവിതങ്ങളെ കർത്താവേ കാണണമേ, ആശീർവദിക്കണമേ. ബ്ലെസ്, ബ്ലെസ് ലോർഡ്. അനുഗ്രഹത്തിന്റെ ശക്തി പതിനായിരങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയുടെ ശക്തി വ്യാപരിക്കട്ടെ, സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ. റിലീസ്, റിലീസ് ലോർഡ്. കർത്താവേ ശക്തി അയക്കണമേ, കർത്താവേ സാന്നിധ്യം പകരണമേ, കർത്താവേ അഭിഷേകം പകരണമേ. ഗ്ലോറിയ, ഗ്ലോറിയ, ഗ്ലോറിയ. ഈശോയേ നന്ദി,
ഈശോയെ നന്ദി, ഈശോയെ നന്ദി. പടരണമേ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച്, ആത്മാവേ എന്നെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് തീയായി മാറ്റണമേ. അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങളെ, അവരുടെ ആവശ്യങ്ങളെ, നിയോഗങ്ങളെ, കുടുംബങ്ങളെ, സമൂഹങ്ങളെല്ലാം സമർപ്പിക്കുകയാണ്. അമ്മ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ. ഔസേ പിതാവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. അമ്മ മാതാവിനോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ നിറഞ്ഞ സാന്നിധ്യം അനുഭവിച്ച് നമ്മുടെ വാത്സല്യം സ്വന്തമാക്കിക്കൊണ്ട് നമ്മൾ ഒരുമിച്ച് അമ്മയോട് ചേർന്ന് ത്രിയേക ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രാർത്ഥന ഉയരുന്നു പരിമളധൂപം പോ മറിയത്തിൽ നിന്നും. പ്രാർത്ഥന ഉയരുന്നു, എല്ലാവരും ചേർന്ന് പാടിക്കേ. പ്രാർത്ഥന ഉയരുന്നു പരിമളധൂപം പോ മറിയത്തിൽ നിന്നും. പ്രാർത്ഥന ഉയരുന്നു മറിയത്തിൽ നിന്നും. അമ്മേ, പ്രാർത്ഥന അമ്മ മാതാവേ ഒന്ന് വിളിച്ചേ, അമ്മ മാതാവേ ഒന്ന് വിളിച്ചേ. മറിയത്തിൽ നിന്നും പ്രാർത്ഥന ഉയരുന്നു. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾ നിങ്ങൾ സ്വീകരിക്കുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. നമ്മൾ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങുകയാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന, നിയോഗങ്ങൾ, ആവശ്യങ്ങളൊക്കെ മെസ്സേജ് ആയിട്ട് അയക്കാവുന്നതാണ്. യൂട്യൂബിലെ കമൻറ്റ് ബോക്സിലേക്കും നിങ്ങളുടെ നിയോഗങ്ങൾ, പ്രാർത്ഥന വിഷയങ്ങൾ സന്ദേശമായിട്ട് അയക്കാം. കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ ഇന്ന് ധ്യാനിക്കുവാൻ പോകുന്നത് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ദൈവത്തിൻ്റെ ആലോചന. ഒളിച്ചോട്ടം ഒന്നിനും പരിഹാരമല്ല. ഈ നാളുകളിൽ ഈ വചന സന്ദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികൾ, കഷ്ടതകൾ, ഞെരുക്കങ്ങൾ, അത് കുടുംബത്തിലാകാം, ജോലി സ്ഥലത്താകാം, നമ്മൾ വേല ചെയ്യുന്ന ചില മിനിസ്ട്രികളിലാകാം, ധ്യാന കേന്ദ്രങ്ങളിലാകാം, നമ്മുടെ സമർപ്പിത സമൂഹങ്ങളിലാകാം, നമ്മുടെ ഓഫീസിലാകാം. പലപ്പോഴും നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമായ വിധത്തിൽ ചില പ്രശ്നങ്ങൾ, ഞെരുക്കങ്ങൾ, മാനസികമായ ചില പീഡനങ്ങൾ, അസ്വസ്ഥതകൾ, ഭാരങ്ങൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ മുറിപ്പെടുത്തുന്ന വിധത്തിലുള്ള വാക്കുകൾ, പെരുമാറ്റങ്ങളൊക്കെ അടിക്കടിക്ക് ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് പലപ്പോഴും മരവിച്ചു പോകാറുണ്ട്. എന്തിനാ ഞാനിവിടെ ആയിരിക്കുന്നത്? എന്തിനു ഞാനിത് ചെയ്യുന്നത്? പലപ്പോഴും ദൈവം നിർത്തിയെടുത്ത് നിന്ന് നമ്മൾ ഒളിച്ചോടാൻ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാറുണ്ട്. ചിലരെങ്കിലും ഒളിച്ചോടി പോകുന്നുണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന്, ദൈവം നൽകിയ വിളിയിൽ നിന്ന്, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ നിന്ന്. പലപ്പോഴും നമ്മൾ നമ്മുടെ സൗകര്യാർത്ഥം മാറിപ്പോകുമ്പോൾ അതാണിന്ന് നമ്മുടെ പല ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും നമ്മൾ അനുഭവിക്കുന്ന പല സങ്കടങ്ങൾക്കും പരാജയങ്ങൾക്കുമുള്ള പ്രധാന കാരണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അറിയിക്കുകയാണ്. ഒളിച്ചോട്ടം ഒന്നിനും പരിഹാരമല്ല. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിൽക്കുവാൻ, ദൈവം നിർത്തിയെടുത്ത് വിശ്വസ്തയോടെ നിൽക്കുവാൻ നമുക്ക് തീരുമാനമുണ്ടാകണം. നല്ല സമർപ്പണം, കമ്മിറ്റ്മെന്റ് ഉണ്ടാകണം. അവിടെയാണ് പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങൾ ചെയ്യുന്നത്. അവിടെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. കർത്താവിൻ്റെ ആലോചനകളെ നമ്മൾ തള്ളിക്കളയരുത്. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 21-ാം വചനത്തിലെ ദൈവമായ കർത്താവ് തൻ്റെ പ്രവാചകനായ മോശയിലൂടെ തൻ്റെ ജനത്തിന് ആവശ്യമായ ദൈവിക ദൂതുകൾ കൊടുത്തു. നിങ്ങൾ എങ്ങനെ പെരുമാറണം, നിങ്ങൾ എങ്ങനെ ജീവിക്കണം, നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം, വ്യക്തമായ അടയാളങ്ങളിലൂടെ കർത്താവ് സംസാരിച്ചു. ഇത്രയും അടയാളങ്ങൾ നൽകിയിട്ടും, ഇതുപോലെ ദൈവത്തിൻ്റെ ആലോചനകൾ തൻ്റെ ജനത്തിന് ദൈവം തൻ്റെ പ്രവാചകനിലൂടെ നൽകിയിട്ടും
കുറെ പേരത് വിശ്വസിച്ചു. പക്ഷെ കുറച്ചു പേരൊക്കെ, നല്ലൊരു ശതമാനം ആൾക്കാർ വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല, കർത്താവിന്റെ വാക്കുകളെ അവർ ഗൗനിച്ചില്ല. കർത്താവിനെ അവർ ഇൻസൾട്ട് ചെയ്യാണ്, അപമാനിക്കുകയാണ്. കർത്താവിന്റെ വചനങ്ങൾ അവർ ചവിട്ടിക്കളയുകയാണ്. എന്താ പരിശുദ്ധാത്മ പറയുന്നത്? പുറപ്പാട് 9:21. എന്നാൽ കർത്താവിന്റെ വാക്കിനെ ഗൗനിക്കാതിരുന്നവർ തങ്ങളുടെ ദാസരെയും മൃഗങ്ങളെയും വായിൽ തന്നെ നിർത്തി. അവർക്ക് എന്താ സംഭവിച്ചത്? ദൈവത്തിന്റെ ന്യായവിധി കടന്നു വരികയാണ്, കന്മഴ വർഷിക്കപ്പെടുകയാണ്. ആ മൃഗങ്ങളെല്ലാം ചത്തൊടുങ്ങി, പ്രിയപ്പെട്ടവരെ. എന്നാൽ കർത്താവിന്റെ വാക്ക് അനുസരിച്ചവരെ, അത് ഗൗനിച്ചവരെ ദൈവം പ്രൊട്ടക്ട് ചെയ്യുകയാണ്. ദൈവത്തിന്റെ പ്ലാനിൽ നാം നിൽക്കണം. നമ്മുടെ കംഫർട്ടല്ല നമ്മൾ അന്വേഷിക്കേണ്ടത്. നമ്മുടെ സുഖങ്ങളും നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ സന്തോഷങ്ങളും മാത്രമല്ല നമ്മൾ അന്വേഷിക്കേണ്ടത്. കർത്താവിന്റെ പദ്ധതി തിരിച്ചറിയണം. കർത്താവിന്റെ വിളിയോട് നമ്മൾ യെസ് പറയണം. കർത്താവ് നൽകിയ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നിഷേധിച്ച് കളയരുത്. കർത്താവ് നിർത്തിയെടുത്ത്, അത് സങ്കടമാകാം, ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള അവസ്ഥകളാകാം, കഷ്ടപ്പാടുണ്ടാകാം, ചിലപ്പോൾ ഒത്തിരി നൊമ്പരപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകാം. എന്തു തന്നെ ആവട്ടെ, കർത്താവാണ് നിർത്തിയതെങ്കിൽ അവിടെ സമർപ്പണത്തോടെ നിൽക്കണം. ബാക്കി കർത്താവ് ചെയ്തോളും. ദൈവത്തിന്റെ കൃപയ്ക്ക് നമ്മളെ പുനരുദ്ധരിക്കാൻ കഴിയും. ഇന്ന് അനേകം കുടുംബ ജീവിതം അസ്വസ്ഥയ്ക്ക് കാരണം എന്താ? ഭർത്താവ് വേണ്ടത്ര സ്നേഹം കൊടുക്കുന്നില്ല, ഭർത്താവിന് പരിഗണന കിട്ടുന്നില്ല, നല്ല വാക്ക് കിട്ടുന്നില്ല, ഒരു ആശ്വാസവാക്ക് കിട്ടുന്നില്ല, വേണ്ടത്ര കരുതുന്നില്ല. തന്മൂലം എന്ത് സംഭവിക്കുന്നു? പലപ്പോഴും കുടുംബ ജീവിതത്തിൽ അസ്വസ്ഥകൾ ഉണ്ടാകുന്നു. ചിലരെങ്കിലും തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകുന്നു. അവരെ ദൈവം നിർത്തിയ ബന്ധം ഒളിച്ചോടുകയാണ്. അവരുടേതായ സൗകര്യങ്ങളിലേക്ക് അവർ ചേക്കേറുകയാണ്. കുടുംബ ബന്ധത്തെ പിശാച് താറുമാറാക്കുന്നു. സമർപ്പിത ജീവിതത്തിലാണെങ്കിലും പൗരോഹിത്യ ജീവിതത്തിലാണെങ്കിലും പലപ്പോഴും ഇതാണ് സംഭവിക്കുന്നത്. നമ്മൾ വീക്കായി മാറുമ്പോൾ പിശാച് കയറി പിടിക്കും. നമ്മൾ ദുർബലരാകുന്ന നിമിഷങ്ങളിലെ ഏറ്റവും അധികം നമ്മൾ കർത്താവിനെ ആശ്രയിക്കണം. അവിടെ കർത്താവിനെ മുറുകെ പിടിക്കേണ്ടത്. അതിനു പകരം നമ്മുടെ തോന്നലുകളെ താലോലിച്ചുകൊണ്ട്, നമ്മുടെ ചിന്തകളെ നമ്മളിങ്ങനെ താലോലിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിശാച് കയറി പിടിക്കും. കർത്താവിന്റെ പദ്ധതിയിൽ നമ്മളെ വഴിതെറ്റിക്കും. കർത്താവിന്റെ മാർഗത്തിൽ നിന്ന് പിശാച് നമ്മളെ വ്യതിചലിപ്പിക്കും. എത്രയെത്ര അനുഭവങ്ങൾ ഇതിനോട് ബന്ധത്തിൽ നമുക്ക് പങ്കുവയ്ക്കാനുണ്ട്, പ്രിയപ്പെട്ടവരെ. ജെറമിയ പ്രവചനം 2-ാം അധ്യായം 17-ാം വചനത്തിൽ കർത്താവ് ഒരു പ്രവചനം പറയുന്നുണ്ട്. നമ്മുടെ പല ദുഃഖങ്ങൾക്കും, നമ്മുടെ പല ദുരിതങ്ങൾക്കും, നമ്മുടെ പല സങ്കടങ്ങൾക്കും, നമ്മളിന്ന് അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കുള്ള ഒരു കാരണം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു കാരണം എന്താ പരിശുദ്ധാത്മ പറയുന്നത്? ഈ വിശ്വാസ യാത്രയിലെ, ഇത് ഫെയ്ത്ത് ജേണിയാണ്, കർത്താവിന്റെ കൂടെയുള്ള യാത്രയാണ് നമ്മുടെ വിശ്വാസ ജീവിതം. സ്വർഗം ലക്ഷ്യമാക്കിക്കൊണ്ട്, സ്വർഗത്തെ കണ്ടുകൊണ്ട് ഈ യാത്രയിൽ നിന്നെ ഉപേക്ഷിച്ച നിന്റെ കർത്താവ്, ഈ യാത്രയിൽ നിന്നെ നയിച്ച ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുക വഴി നീ ഇവയെല്ലാം സ്വയം വരുത്തി വെച്ചതല്ലേ? എന്താ പരിശുദ്ധാത്മ പറയുന്നത്? ആ വചനം നമ്മൾ ശ്രദ്ധിച്ചോ? ഈ വിശ്വാസ യാത്രയിൽ നിന്നെ നയിച്ച, നിന്നെ അതുപോലെ സ്നേഹിച്ച നിന്റെ ദൈവമായ കർത്താവിനെ നീ ഉപേക്ഷിച്ചത് കൊണ്ട്, അവന്റെ വാക്ക് നീ ഗൗനിക്കാത്തത് കൊണ്ട്, അവന്റെ വചനങ്ങളെ നീ തിരസ്കരിച്ചത് കൊണ്ട് ഈ പ്രശ്നങ്ങള്, ഈ കണ്ണുനീരുകള്, ഈ ദുരിതങ്ങള്, ഈ സങ്കടങ്ങള്, ഈ പരാജയങ്ങള് നീ സ്വയം വരുത്തി വെച്ചതല്ലേ? നിരാശപ്പെടണ്ട കേട്ടോ, ആരും കുറ്റബോധത്തിലേക്ക് പോകണ്ട. കാര്യങ്ങൾ അങ്ങനെ തന്നെയാണെങ്കിലും ഞാൻ ആത്മാവിൽ പറയട്ടെ, കർത്താവിന്റെ കൃപയ്ക്ക് എല്ലാം പുനരുദ്ധരിക്കാൻ കഴിയും. എന്തുമാത്രം തകർന്ന അവസ്ഥയിലാണ് നമ്മൾ കിടക്കുന്നതെങ്കിലും അവസ്ഥയിൽ നമ്മളെ ബിൽഡപ്പ് ചെയ്യാൻ, നമ്മൾ ഉയർത്തുവാൻ, വളർത്തുവാൻ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പ്ലാനിൽ നിൽക്കണം നമ്മൾ. ഒളിച്ചോടരുത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാമുകിയും കൂടി ഒളിച്ചോടുന്ന ആ ഒരു ഒളിച്ചോട്ടം മാത്രമല്ല ഇത്. കർത്താവിന്റെ പദ്ധതിയിൽ നിന്ന് മാറിപ്പോവുക, കർത്താവിന്റെ വിളിയിൽ നിന്ന് മാറിപ്പോവുക, കർത്താവ് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറിപ്പോവുക. കർത്താവ് നിർത്തിയിടത്ത് നിന്ന് നാം വ്യതിചലിച്ചു പോകുക, അത് അപകടമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം
അധ്യായം 1-ാം വചനം നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിനെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വചനമാണത്. എന്താ പരിശുദ്ധാത്മ പറയുന്നത്? ദൈവം അബ്രഹാമിനോട് സംസാരിക്കുകയാണ്. നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് നീ പോകണം. ദൈവത്തിന്റെ ദൂത് എന്തായിരുന്നു? അബ്രഹാമേ, ഞാൻ കാണിക്കുന്ന നാട്ടിലേക്ക് നീ പോവുക. അത്ര എളുപ്പമുള്ള കാര്യമല്ല അബ്രഹാമിന്റെ ദൈവം പറഞ്ഞത്. പക്ഷെ ദൈവത്തിന്റെ ഈ പ്ലാനിൽ നിന്ന് അബ്രഹാം ഒളിച്ചോട്ടം നടത്തിയില്ല. അവൻ്റെതായ ആസൂത്രണങ്ങളിലേക്ക് പോയില്ല. ഉൽപ്പത്തിയുടെ പുസ്തകം 12:4 പറയാണ്, ദൈവമായ കർത്താവിന്റെ വാക്കുകൾ അബ്രഹാം അനുസരിക്കുകയാണ്. അതാണ് അനുഗ്രഹം. അവിടെയാണ് അനുഗ്രഹം ഉള്ളത്. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രഹാം പുറപ്പെട്ടു. ലോത്തും അവന്റെ കൂടെ തിരിച്ചു. ഹാരാൻ ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രഹാമിന് 75 വയസ്സ് പ്രായമായിരുന്നു. വാക്യം 5:12-5 ആ വചനം കൂടി നമുക്ക് ശ്രദ്ധിക്കാം. അങ്ങനെ അവർ ഒരുമിച്ച് യാത്ര ചെയ്ത് ആ വചനത്തിന് അവസാന ഭാഗം നോക്കി അവർ കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ട് അവിടെ എത്തിച്ചേർന്നു. ശ്രദ്ധിക്കണം, ഇപ്പൊ അബ്രഹാം ദൈവം പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. ദൈവം നിർത്തിയെടുത്ത് അബ്രഹാം നിൽക്കുന്നത്. ഇന്ന് അനേകരുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട്, ദൈവമാണ് എന്നെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ പിന്നെ എന്താ ഈ കുടുംബം ഈ നരകം പോലെ? എൻ്റെ ഭർത്താവ് എന്താ ഇങ്ങനെ? എൻ്റെ ഭാര്യ എന്താ ഇങ്ങനെ പെരുമാറുന്നത്? എൻ്റെ സഹോദരി സഹോദരങ്ങള് അവർക്ക് എന്നോട് ഒരു താല്പര്യമില്ല, ഒരു സ്നേഹവും ഇല്ല. എൻ്റെ മാതാപിതാക്കൾക്ക് അവർക്ക് അവരുടെ കാര്യം മതി, അവരെന്നെ ശ്രദ്ധിക്കുന്നില്ല. എൻ്റെ സങ്കടങ്ങൾ ദുഃഖങ്ങൾ മനസ്സിലാക്കാൻ എൻ്റെ അപ്പനും അമ്മയ്ക്കും നേരമില്ല. എൻ്റെ ഭാര്യ എന്തിനാ ദൈവമേ എനിക്ക് ഇതുപോലെ ഒരു പെണ്ണിനെ തന്നത്? ഇത് കഠിനമായി പോയി, എന്തിന് ഇതുപോലത്തെ ഒരു മനുഷ്യനെ എനിക്ക് തന്നതെന്ന് ചിന്തിക്കുന്ന അനേകം ഭാര്യമാര്, എന്നെ സ്നേഹിക്കാത്ത, എന്നെ കരുതാത്ത, എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുന്ന, എന്റെ പ്രതീക്ഷയിലും എന്റെ സ്വപ്നത്തിലും ഇങ്ങനെയുള്ളൊരു ഒരു പുരുഷനായിരുന്നില്ല, ഇതുപോലെ ഒരുത്തരം എനിക്ക് കിട്ടിയില്ല ദൈവമേ, എന്തിനാ എന്നോട് ഈ ക്രൂരത ചെയ്തത് എന്ന് വിലപിക്കുന്ന അനേക സഹോദരിമാരുണ്ട്. ഭാര്യയെ ചൊല്ലി വിലപിക്കുന്ന അനേക സഹോദരങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവർ, ഇവിടെ നമുക്കുള്ള ദൂത് കിടപ്പുണ്ട്. നമ്മുടെ ധാരണ ദൈവം നമ്മെ നിർത്തി കഴിയുമ്പോൾ പിന്നെ എല്ലാം ഭംഗിയായി വളരെ കംഫർട്ടായി അല്ലിലും അലച്ചിലും ഇല്ലാതെ സുന്ദരമായി പോകുമെന്ന അത് തെറ്റായൊരു ചിന്തയാണ് പ്രിയപ്പെട്ടവരെ, തെറ്റായൊരു ചിന്തയാണ്. ദൈവം നിർത്തിയെടുത്ത് അബ്രഹാം നിൽക്കുകയാണ്. അബ്രഹാം എന്താ നേരിട്ടത്? അബ്രഹാം നേരിട്ട അനുഭവം എന്തായിരുന്നു? ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 10-ാം വചനത്തിൽ പരിശുദ്ധാത്മ പറയാണ്. ആ വചനം എല്ലാവരും ശ്രദ്ധിച്ച്. ഉൽപ്പത്തി 12:10. അവിടെ ഒരു ക്ഷാമമുണ്ടായി, കടുത്ത ക്ഷാമമായിരുന്നതിനാൽ, എല്ലാവരും ഒരുമിച്ച് വചനം ഏറ്റു പറഞ്ഞേ, അവിടെ ഒരു ക്ഷാമമുണ്ടായി. അവിടെ ഒരു ക്ഷാമമുണ്ടായി. എവിടെ ക്ഷാമമുണ്ടായി? ദൈവം നിർത്തിയെടുത്ത് അബ്രഹാം നിന്ന് കഴിഞ്ഞപ്പോൾ വലിയൊരു ക്ഷാമം, കടുത്തൊരു ക്ഷാമം ഉണ്ടാവുകയാണ്. അപ്പൊ എന്താണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മ നമ്മൾ അറിയിക്കുന്നത്? ദൈവം നിർത്തിയെടുത്ത് നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ പദ്ധതിയിൽ നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ വിളിയും തെരഞ്ഞെടുപ്പും അനുസരിച്ച് നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നങ്ങളുണ്ട്, ക്ഷാമങ്ങളുണ്ട്, തകർച്ചകളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, കണ്ണുനീരുകളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, സഹനങ്ങളുണ്ട്, പ്രശ്നങ്ങളും പരാജയങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും എല്ലാം ഉണ്ടെന്ന് കർത്താവ് വ്യക്തമായിട്ട് പറയും. പക്ഷെ അസ്വസ്ഥരാകേണ്ട. ഈ പ്രശ്നങ്ങളിൽ, ഈ ദുരിതങ്ങളിൽ, ഈ കഷ്ടപ്പാടുകളിൽ, ഈ ഞെരുക്കങ്ങളിൽ, ഈ സഹനങ്ങളിൽ, ഈ പീഡകളിൽ നമ്മെ കരുതലോടെ നയിക്കാൻ കർത്താവിന് പറ്റും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് പറയുമ്പോൾ, ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടുതലായി ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. നമ്മൾ കൂടുതൽ കർത്താവിനെ ആശ്രയിക്കണം. കാരണം നമ്മൾ തെറ്റിപ്പോകാനുള്ള സാധ്യത അവിടെ വളരെ കിടപ്പുണ്ട്. പലരെയും ഇവിടെയാണ് പിശാച് കെണിയിൽപ്പെടുത്തുന്നത്. പലരെയും പിശാച് കൃപയിൽ വീഴ്ത്തിക്കളയുന്നത് ഇതുപോലുള്ള സാഹചര്യത്തിലാണ്. കുടുംബത്തിൽ നിരന്തരം കലഹം, സമാധാനമില്ല. അപ്പോൾ ഓഫീസിൽ ജോലി ചെയ്യുന്ന വേറൊരു ചെറുപ്പക്കാരി, മിടുക്കിയാണ് അവൾ, നല്ല സ്മാർട്ടാ, അവളോട് അറിയാതെ ഒരു സ്നേഹം വരുന്നു. സ്നേഹമല്ല, അത് പിശാച് കൊടുക്കുന്നതാണ്. അങ്ങനെ പ്രണയം കൂടി 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 പിന്നെ വിട്ടുപിരിയാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ പിന്നെ ഇതാ പാപത്തിലേക്ക് പോകുന്നു, പിന്നെ ഭാര്യയെ വെറുക്കുന്നു. ഇത് തന്നെ സ്ത്രീകളുടെ ജീവിതത്തിലും ഭർത്താവിനോട് അവിശ്വാസം പുലർത്തുന്നു, മാതാപിതാക്കൾ അവിശ്വാസം പുലർത്തുന്നു, സഹോദരി സഹോദരങ്ങളെ മാറ്റി നിർത്തുന്നു.
എത്ര പേര് ഇതുപോലെ പിശാചിനെ കെണിയിൽപ്പെടുത്തുന്നത്? എന്താണ് കാരണം? നമ്മൾ വീക്കാകുമ്പോൾ നമ്മളെ വീഴ്ത്തുവാൻ പിശാചിന് എളുപ്പമാണ്. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കർത്താവിനെ വട്ടമിട്ട് പിടിക്കേണ്ടത്. കർത്താവിനെ നമ്മളിങ്ങനെ അള്ളിപ്പിടിക്കണം, ആശ്രയിക്കണം. നമ്മള് ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു ചെറുപ്പക്കാരി, ഒരു യുവതി, അവള് വന്നിട്ട് എന്നോട് പറഞ്ഞു, അവളെ വിവാഹം നടക്കാൻ പോകുന്നുള്ളൂ. അവള് പറഞ്ഞ, എൻ്റെ വീട്ടില് നരകമാണ് എൻ്റെ വീട്, അതിന് വീടൊന്നും പറയാൻ പറ്റത്തില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ആ കുടുംബത്തിൽ നിന്ന് അന്തരീക്ഷത്തിന് രക്ഷപ്പെട്ടാൽ മതി. കള്ളുകുടിയിലാണെങ്കിലും, മുഴുവൻ സമയം കള്ളുകുടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും എനിക്ക് അങ്ങനെ ഒരു വ്യക്തിയെ കിട്ടിയാൽ മതി, എനിക്ക് അവിടുന്ന് രക്ഷപ്പെടാലോ. ആ കുടുംബം മതിയായി, എനിക്ക് മടുപ്പാണ്, വെറുപ്പാണ്. അപ്പനാണെങ്കിൽ മദ്യപാനം, കുടുംബത്തിന് ഉത്തരവാദിത്തമില്ല, അമ്മയുടെ വഴിക്ക്, എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെട്ടാൽ മതി. ഞാൻ പറഞ്ഞു, മോളെ, ആ കുടുംബത്തെ കർത്താവിനായി മാറ്റുവാൻ ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ബാക്ക താഴ്വരയെ നീരുറവയുടെ താഴ്വരയായി മാറ്റുവാൻ ദൈവം നിന്നെയാണ് വിളിച്ചിരിക്കുന്നത്. നീ പദ്ധതിയിൽ നിന്ന് മാറിപ്പോയ ആ കുടുംബം നശിച്ചു പോവില്ലേ? നീ നിന്റെ സുഖം മാത്രമാണ് നോക്കേണ്ടത്, നിന്റെ കുടുംബത്തിന് രക്ഷ നീ നോക്കണ്ടേ? നീ കർത്താവിന്റെ പ്ലാനിൽ നിൽക്ക്, നീ കർത്താവിന്റെ വിളിയിൽ ഉറച്ചു നിൽക്ക്, നീ കർത്താവിന്റെ കൃപയോട് സഹകരിക്ക്. എന്റെ പൊന്നുമോളെ, നിന്നിലൂടെ പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തിന് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിത് ചുമ്മാ പറഞ്ഞതല്ല. ആ പെൺകുട്ടിയുടെ ഹൃദയത്തെ കർത്താവ് തുറന്നു. അവൾക്ക് അപ്പോഴാണ് ഒരു തിരിച്ചറിവ് കിട്ടിയത്. ആ പൈശാചിക പീഡ അവളെ വിട്ടുപോയി. ഞാൻ പറഞ്ഞ, മോളെ, നിനക്കുണ്ടാകുന്ന ഓരോ സഹനവും നിന്റെ കുടുംബത്തിന് വേണ്ടി നീ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പ്രവർത്തനങ്ങള് കാണുവാൻ ദൈവം നിനക്കിടവരുത്തും. എന്റെ പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കണം. ദൈവം നിർത്തിയിടത്ത് നിന്ന് നാം ഒളിച്ചോടരുത്. ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് നാം നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പോകരുത്. അങ്ങനെ പോയ 2-3 പേരെ പെട്ടെന്ന് ഈ സമയങ്ങളിൽ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കൊക്കെ അറിയാവുന്ന സംഭവങ്ങളാണ് വേദപുസ്തകത്തിൽ. അതിലൊന്നാമത്തെ വ്യക്തിയാണ് സാറയുടെ ദാസിയായിരുന്ന ഹാഗാർ. ഉൽപ്പത്തിയുടെ പുസ്തകം 16-ാം അധ്യായം, അവിടെ 6-7 വചനങ്ങൾ നമുക്ക് പെട്ടെന്ന് എടുക്കാം. ഉൽപ്പത്തി 16-ാം അധ്യായം 6-7. സാരയുടെ വാക്ക് കേട്ട് അബ്രഹാം ഹാഗാറെ സ്വീകരിക്കുകയാണ്. അങ്ങനെ ഹാഗറിൽ നിന്ന് ഒരു പുത്രനുണ്ടാകുവാൻ തനിക്ക് വേണ്ടി സാർ ആഗ്രഹിക്കുകയാണ്. അബ്രഹാമിൽ നിന്ന് ഹാഗർ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ അവരുടെ മട്ടും പാവൊക്കെ മാറി. കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. അബ്രഹാം പറഞ്ഞു, എന്താ പറഞ്ഞത്? 6-ാമത്തെ വചനം വായിച്ച് സാറയോട് പറയാണ്, നിന്റെ ദാസി ഇപ്പോഴും നിന്റെ കീഴിലാണ്, നിന്റെ ഇഷ്ടം പോലെ അവളോട് പെരുമാറിക്കൊള്ളുക. ഇനി വരുന്ന വചനം നിങ്ങൾ ശ്രദ്ധിക്കണം. സാറായി അവളോട് ക്രൂരമായി പെരുമാറാൻ തുടങ്ങി. എല്ലാവരും വചനം ആ വാക്ക് മാത്രം ഉറക്കെ പറഞ്ഞേ, ക്രൂരമായി പെരുമാറാൻ തുടങ്ങി. ഒന്ന് പറഞ്ഞേ, ക്രൂരമായി പെരുമാറാൻ തുടങ്ങി. ക്രൂരമായിട്ട് അവളെ മെന്റലി ഹറാസ് ചെയ്യാണ്. അവളെപ്പോഴും കുറ്റപ്പെടുത്തുന്നു, പരിഹസിക്കുന്നു, മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറയുന്നു, നിന്ദിക്കുന്നു, അപമാനിക്കുന്നു. അങ്ങനെ ആ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷം സാറിങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിലൂടെയൊക്കെ കടന്നു പോകുന്ന അനേകം ജീവിതങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ആ കുടുംബത്തിൽ നിൽക്കാൻ പോലും പറ്റുന്നില്ല. ചിലപ്പോൾ സമൂഹത്തിലാവാം, ചിലപ്പോൾ ജോലി സ്ഥലത്താകാം, ഓഫീസിലാകാം, ചിലപ്പോൾ നമ്മൾ വേല ചെയ്യുന്ന, നമ്മുടെ സുവിശേഷ വേല ചെയ്യുന്ന ഇടങ്ങളിലാകാം. എവിടെയാവട്ടെ, നമുക്കവിടെ നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മളെ ഇങ്ങനെ മാനസികമായി പീഡിപ്പിക്കുക. സാറ ക്രൂരമായി ഹാഗാറിനോട് പെരുമാറാൻ തുടങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ മടുത്തുപോയി, അവൾ വീക്കായി, അവൾ ദുർബലയായി. എങ്ങനെയെങ്കിലും ഈ അന്തരീക്ഷത്തിൽ രക്ഷപ്പെട്ടാൽ മതി, നരകം ഇതിനേക്കാൾ ഭേദമാണല്ലോ, ഇതെന്തൊരു ജീവിതമാണ്, എൻ്റെ ജീവിതം അവസാനിക്കുകയാണല്ലോ, ഞാൻ ഇപ്പോൾ പ്രഗ്നന്റ് കൂടിയ ഗർഭിണിയാണ്, എൻ്റെ വയറ്റിൽ കുഞ്ഞുണ്ട്, ആ കുഞ്ഞിന് എന്ത് സംഭവിക്കും? 100 ആശങ്കകള്. സംഭവിച്ചത് എന്താന്ന് അറിഞ്ഞോ? എന്താ ഹാഗാർ ചെയ്തത്? വചനം ശ്രദ്ധിച്ചേ. അപ്പോൾ അവൾ സാറായെ വിട്ട് ഓടിപ്പോയി. ഇവിടെയാണ് കുഴപ്പം. ആരവളോട് ഓടിപ്പോകാൻ പറഞ്ഞത്? ദൈവമാണോ?
ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് പിശാച് നമ്മൾക്ക് കെണിയൊരുക്കുന്നത്. അവിടെ നമ്മൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കണ്ടേ? എന്റെ പ്രിയപ്പെട്ടവർക്ക് ഇത് മനസ്സിലാകുന്നുണ്ടോ? ദൈവം നൽകുന്ന ഈ ആലോചന നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? പലരെയും വീഴ്ത്തുവാൻ ഇവിടെ പിശാച് കെണിയൊരുക്കുന്നത്. എന്തിനാ ഈ ഭർത്താവിന്റെ കൂടെ ജീവിക്കണേ ഞാൻ? എന്തിനാ ഈ ഭാര്യയുടെ കൂടെ ഞാൻ ജീവിക്കണേ? എന്തിനാ ഈ കുടുംബത്തിൽ ഞാൻ കഴിയണേ? അവിടെ അപ്പൊ എല്ലാ ഒരു സുഖമാണ് അവിടെ. ഇയാള് എന്തൊരു നല്ലൊരു സുന്ദരനങ്ങേര്, ഇവള് എന്തൊരു മിടുക്കിയ, എന്തൊരു സ്മാർട്ടാ. അത് എന്റെ ഭാര്യയെ പോലെയല്ല, അവള് നല്ല മിടുക്കിയാണ്. പിശാച് കെടിയൊരുക്കുകയാ, സാത്താൻ കെടിയൊരുക്കുകയാ നൂറുകണക്കിന് ജീവിതങ്ങളെ. ഈ അടുത്ത നാളുകളിൽ നല്ല വിദ്യാഭ്യാസമുള്ള നല്ലൊരു ഒഫീഷ്യലാണ് അദ്ദേഹം, നല്ലൊരു ഉയർന്നൊരു ഉദ്യോഗസ്ഥൻ, സമൂഹത്തിൽ നിലയും വിലയുള്ളൊരു മനുഷ്യൻ. ഞാൻ ഒരിക്കലും ഇതുപോലെയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനൊരു വാക്ക് പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം എന്നോട് പറയാം, സന്തോഷേ എന്തൊക്കെയാ നീ പറയുന്നത്? വിവാഹം എന്ന് പറയുന്നത് വിവാഹേതര ബന്ധങ്ങൾക്ക് വേണ്ടിയാണെന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. വിവാഹേതര ബന്ധങ്ങൾക്ക് വേണ്ടി. വിവാഹം അതൊന്നൊരു വിഷയമല്ല. ഭാര്യ ഭർത്തൃ ബന്ധം അതൊന്നൊരു വിഷയമല്ല. സഹോദരി സഹോദര ബന്ധം അതൊന്നും വിഷയമല്ല. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള വിഷയമല്ല. എനിക്ക് സന്തോഷിക്കണം, എനിക്ക് എൻജോയ് ചെയ്യണം, എനിക്ക് സുഖിക്കണം. അതിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യും. അവിടെ മൂല്യങ്ങളോ ബന്ധങ്ങളോ എനിക്ക് വിഷയമല്ല. പിശാചീവിത മനുഷ്യ മനസ്സുകളെ അന്ധമാക്കിയിരിക്കുകയാണ്. മനുഷ്യന്റെ മൈൻഡിനെ പിശാച് ബൈൻഡ് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് പറയുന്നത്, ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് കാണാൻ കഴിയുന്നില്ല. ഇതെന്തൊരു ദുരന്തമാണ് പ്രിയപ്പെട്ടവരെ. ഹാഗാറ് അന്തരീക്ഷത്തിൽ ഓടിപ്പോവാണ്. ദൈവം പറഞ്ഞിട്ടല്ല, ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതങ്ങളിൽ വരും. ദൈവം അറിയാതെ ആർക്കും നമ്മളെ പീഡിപ്പിക്കാൻ പറ്റത്തില്ല. ആർക്കും നമുക്കെതിരെ ഒരു ചെറിയ വാക്കുപോലും സംസാരിക്കാൻ പറ്റത്തില്ല. ഈ ഒരു വെളിപാട് നമുക്കുണ്ടാകണം. 7-8 വചനങ്ങൾ നമുക്ക് പെട്ടെന്ന് വായിക്കാം. ഉൽപ്പത്തി 16 എന്താ പരിശുദ്ധാത്മ പറയുന്നത്? എന്നാൽ കർത്താവിന്റെ ദൂതൻ ശൂറിലേക്കുള്ള വഴിയിൽ മരുഭൂമിയിലുള്ളൊരു നീരുറവയുടെ അടുത്ത് വെച്ച് അവളെ കണ്ടെത്തി. 8-ാമത്തെ വചനം, ദൂതൻ അവളോട് ചോദിച്ചു, സാറയുടെ ദാസിയായ ഹാഗാറേ. അഭിസംബോധന ശ്രദ്ധിച്ചോ? എന്താ കർത്താവിന് ദൂതൻ വിളിച്ചത്? സാറയുടെ ദാസിയായ ഹാഗാറേ, നീ എവിടെ നിന്ന് വരുന്നു? എങ്ങോട്ട് പോകുന്നു? അവൾ പ്രതിവചിച്ചു, ഞാൻ യജമാനത്തിയായ സാറയിൽ നിന്ന് ഒളിച്ചോടുകയാണ്. ഞാൻ ഓടിപ്പോവാണ്. എനിക്ക് അവിടെ ജീവിക്കാൻ പറ്റത്തില്ല. എന്റെ യജമാനത്തി സാറ ക്രൂരയാണ്. അവൾക്ക് എന്നോട് സ്നേഹമില്ല, അവൾക്ക് എന്നോട് കരുതലില്ല. ആ കുടുംബത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല, ആ വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ ഓടിപ്പോവുകയാണ്. ഇതിന് മറുപടിയായി എന്താ കർത്താവിന് ദൂതൻ ഉത്തരം കൊടുത്തത്? 9-ാമത്തെ വചനം ശ്രദ്ധിച്ച്, കർത്താവിന്റെ ദൂതൻ അവളോട് പറഞ്ഞു, നീ യജമാനത്തിയുടെ അടുത്തേക്ക് തിരിച്ചു പോയി അവൾക്ക് കീഴ്പ്പെട്ടിരിക്കുക. എല്ലാവരും വചനം ഉറക്കെ പറഞ്ഞേ, അവൾക്ക് കീഴ്പ്പെട്ടിരിക്കുക. പറഞ്ഞേ, അവൾക്ക് കീഴ്പ്പെട്ടിരിക്കുക. ഇത് പലർക്കും ബുദ്ധിമുട്ടാണ്, കീഴ്പ്പെട്ടിരിക്കാൻ. പല സഹോദരിമാർക്കും ബുദ്ധിമുട്ടാണ് ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കാൻ അവർക്ക് പറ്റത്തില്ല. ഈഗോ. ഭാര്യയോട് സ്നേഹമായി പെരുമാറാൻ പലർക്കും പറ്റുന്നില്ല. മാതാപിതാക്കൾ കീഴ്പ്പെട്ടിരിക്കാൻ മക്കൾക്ക് പറ്റുന്നില്ല. അധികാരികൾ കീഴ്പ്പെട്ടിരിക്കാൻ നമുക്ക് പലപ്പോഴും പറ്റുന്നില്ല. നീ കീഴ്പ്പെട്ടിരിക്കാൻ പറയാണ്. എന്നാൽ ഹാഗർ ദൈവത്തിന്റെ ആലോചന സ്വീകരിച്ചു. തന്മൂലം പിന്നീട് കാണാൻ പറ്റും, ദൈവം അവളെ അനുഗ്രഹിച്ചു. അവളിൽ നിന്നും ഒരു വലിയ ജനതയ്ക്ക് ദൈവം രൂപം കൊടുക്കുകയാണ്. ദൈവം അവളെ ബ്ലെസ് ചെയ്യുകയാണ്. ദൈവത്തിന്റെ വാക്ക് അവൾ സ്വീകരിക്കുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഒളിച്ചോട്ടം ഒന്നിനും പരിഹാരമല്ല. എല്ലാവരും ഉറക്കെ പറഞ്ഞ് ഹൃദയത്തിലേക്ക് ഈ ദൂത് ഏറ്റെടുത്ത്, ഈ ആലോചന ഏറ്റെടുത്ത്, ഒളിച്ചോട്ടം ഒന്നിനും പരിഹാരമല്ല. കർത്താവിന്റെ പ്ലാനിൽ എപ്പോഴും നമ്മൾ നിൽക്കണം. രണ്ടാമത്തെ വ്യക്തി ആരാന്നറിയോ? ലോത്താണ്. ലോത്ത്. ഞാൻ ആ വേദഭാഗമൊക്കെ വായിക്കുമ്പോൾ പലപ്പോഴും മനസ്സിൽ നൊമ്പരം തോന്നാറുണ്ട്. ലോത്തേ, എന്തിനാ ഇത് ചെയ്തത്? കർത്താവിന്റെ വിളിയിൽ ഉറച്ചു നിൽക്കാമായിരുന്നില്ലേ? സോദോം ഗോമോറയുടെ പാപം
കഠിനമായി തീർന്നു. ദൈവത്തിന്റെ തിരുമുൻപിൽ നിലവിളി ഉയരുകയാണ്. സോദോമിനെതിരെയുള്ള നിലവിളി, കർത്താവിന്റെ ജഡ്ജ്മെന്റ്, ന്യായവിധി സോദം ഗോമോറ പട്ടണങ്ങൾക്ക് നേരെ ഉണ്ടാവുകയാണ്. അബ്രഹാമിന്റെ പ്രാർത്ഥന മൂലവും ലോത്തിനോടും അവന്റെ കുടുംബത്തോടും ദൈവം കരുണ കാണിക്കുന്നത് കൊണ്ടും അവരെ രക്ഷപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അതിനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 19-ാം അധ്യായം 17-ാമത്തെ തിരുവാക്യം, എല്ലാവരും വചനം സാധിക്കുന്നവർക്ക് വായിക്കണം. 19:17. അവരെ പുറത്തു കൊണ്ട് ചെന്ന് വിട്ടതിന് ശേഷം അവരിൽ ഒരുവൻ പറഞ്ഞു, ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക, പിന്തിരിഞ്ഞു നോക്കരുത്, താഴ്വരയിലെങ്ങും തങ്ങുകയും അരുത്, മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ വെന്തു മരിക്കും. രക്ഷപ്പെടുവാനുള്ള കൃത്യമായ മാർഗം പറഞ്ഞു കൊടുത്തു. ദൈവം തന്റെ പദ്ധതി അറിയിച്ചു. കർത്താവ് തന്റെ ആലോചന വ്യക്തമായി ലോത്തിനും കുടുംബത്തിനും വെളിപ്പെടുത്തി കൊടുത്തു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ലോത്തിന്റെ മറുപടി എന്തായിരുന്നു? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ പഠിക്കണം. നമുക്ക് ഇഷ്ടപ്പെട്ടില്ലേ, അത് സെക്കൻഡറിയാണ്. അത് രണ്ടാമതാണ്. നമ്മുടെ ഒന്നാമത്തെ മുൻഗണന, നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ, കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അതെന്തുമാത്രം നഷ്ടപ്പെടലുകൾ വന്നാലും, നമുക്ക് എന്തുമാത്രം വേദനാജനകമായി അനുഭവപ്പെട്ടാലും അതനുസരിക്കുവാനുള്ള കമ്മിറ്റ്മെന്റ് നമുക്കുണ്ടാകണം. അവിടെയാണ് കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിന്റെ ഈ ആലോചനയുടെ മുൻപിൽ ലോത്ത് എന്താ പറഞ്ഞത്? പലപ്പോഴും ലോത്തിന്റെ ഈ ആറ്റിറ്റ്യൂഡ് നമുക്ക്, നമ്മുടെ മനോഭാവം മാറണം. ദൈവമക്കളെ, ദൈവാനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, ദൈവ സാന്നിധ്യത്തിൽ നിരന്തരം വ്യാപരിക്കണമെങ്കിൽ, കർത്താവിന്റെ ശക്തമായ പ്രൊവിഡൻസ് നമ്മുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, നമ്മുടെ ആവശ്യങ്ങളിൽ വെളിപ്പെടണമെങ്കിൽ എന്താണ് പരിശുദ്ധാത്മ പറയുന്നത്? കർത്താവിന്റെ ഹിതത്തോടെ എപ്പോഴും യെസ് പറയണം. 18-ാമത്തെ വചനത്തിൽ ലോത്ത് എന്താ പറഞ്ഞത്? ലോത്ത് പറഞ്ഞു, യജമാനനെ അങ്ങനെ പറയരുതേ. എന്താ ലോത്ത് പറഞ്ഞത്? കർത്താവിനോട് പറയാ, അങ്ങനെ പറയരുത്. കാരണം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അത്. പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് നമ്മോട് ചെയ്യുവാൻ കർത്താവ് ആവശ്യപ്പെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമായിരിക്കും നമ്മോട് ചെയ്യാൻ പറയാം. കാരണം അവിടെ അതിന് വില കൊടുക്കണം. ചിലപ്പോൾ വളരെ പെയിൻഫുള്ളായ ഒന്നായിരിക്കും കർത്താവ് ചോദിക്കുന്നത്. നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ബലി കഴിക്കാൻ കർത്താവ് ആവശ്യപ്പെടും. ലോത്ത് പറഞ്ഞു, അങ്ങനെ പറയരുത്. എന്നിട്ട് ലോത്ത് ഒരു സജഷൻ പറയല്ലേ? അതാണ് അപകടം. ഒളിച്ചോടുകയാണ്. ദൈവം പറഞ്ഞ ആ ആലോചനയിൽ നിന്ന് ലോത്ത് ഒളിച്ചോടുകയും മാറിപ്പോവുകയാ. ഇവിടെയാണ് അപകടം പതിയിരിക്കുന്നത്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമുക്ക് ദോഷകരമായി ഒന്നും ദൈവം നമ്മോട് ആവശ്യപ്പെടുകയില്ല. നമ്മുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. റോമർ 8:28 വിശുദ്ധ പൗലോസ് സഭയോട് പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കാക്കി മാറ്റുന്നു. ഈ വചനത്തെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. ദൈവം ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ പൂർണ്ണമായും അതിനോട് യെസ് പറയാൻ നമുക്ക് എപ്പോഴും സാധിക്കണം. ലോത്ത് പറഞ്ഞു 19-ാമത്തെ വചനം എന്താ ലോത്ത് പറഞ്ഞത്? ഞാൻ അങ്ങയുടെ പ്രീതിക്ക് പാത്രമായല്ലോ, എൻ്റെ ജീവൻ രക്ഷിക്കുന്നതിൽ അവിടുന്ന് വലിയ കാരുണ്യമാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഈ മലയിൽ ഓടിക്കയറി രക്ഷപ്പെടാൻ എനിക്ക് വയ്യ. ലോത്തിനേക്കാൾ കൂടുതൽ ലോകത്തിന്റെ കപ്പാസിറ്റി ദൈവത്തിന് അറിയത്തിൽ. ദൈവത്തെ പഠിപ്പിക്കുക പുള്ളി പോയിട്ട്. അപകടം എന്നെ പിടികൂടി, ഞാൻ മരിച്ചേക്കുമെന്ന് ഭയപ്പെടുന്നു. ദൈവം പൊട്ടനാണോ പ്രിയപ്പെട്ടവരെ? സർവജ്ഞാനിയായ ദൈവമാണ്, ലോത്തിനെ നിർമ്മിച്ചവനാണ്. ആ ദൈവത്തോടാണ് ലോത്ത് തന്റെ ഉപദേശം കൊടുക്കുന്നത്. എന്താ സംഭവിച്ചത്? ലോത്തിന്റെ വഴിക്ക് പോയി. അവൻ ആ ദൈവീക പ്ലാനിൽ നിന്ന് ഒളിച്ചോടുകയാണ്. എന്റെ സഹോദര സഹോദരി, ഈ ആലോചന ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ പ്ലാനിൽ നിന്ന്, ദൈവത്തിന്റെ ആലോചനയിൽ നിന്ന് ലോത്ത് വഴിമാറി പോവുകയാണ്. അതായിരുന്നു ലോത്തിന്റെ സകല ദുരന്തത്തിനും കാരണമായി മാറിയത്. കർത്താവിന്റെ മുമ്പിൽ എളിമയോടെ, നമ്മൾ താഴ്മയോടെ കർത്താവ് തരുന്ന ഈ ആലോചനകൾ ഏറ്റെടുക്കണം പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട് 23-ാമത്തെ വചനത്തിൽ,
അവൻ സോവാർ എന്ന സ്ഥലത്ത് പോയി താമസിക്കുകയാണ്. അവിടെ എത്തിയപ്പോൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരുന്നു. ഇനി എന്താ അവിടെ സംഭവിച്ചെന്ന് അറിഞ്ഞു? ആ സോവാറിലെത്തി. അവിടെ ഒരു മലമുകളിൽ ഒരു ഗുഹയിലാണ് പാർക്കല്. 2 പെൺമക്കളാണ് കൂടെയുള്ളത്. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ 2 പെൺമക്കളുടെ ഉള്ളിൽ പിശാച് ചില ചിന്തകൾ കൊടുത്തു. സോദോം ഗോമോറയിൽ ദുഷ്ടന്മാര്, ആ പാപികളായ മനുഷ്യര് ചെയ്ത വൃത്തികേടുകൾ, പാപത്തിന്റെ മ്ലേച്ഛതകള് ഇവരുടെ മനസ്സിനെ പിശാച് തൊട്ടുണർത്താൻ തുടങ്ങി. മൂത്തോളും ഇളയവളും 2 പെൺമക്കൾ തമ്മില് അവരൊരു കൂട്ടുകെട്ടുണ്ടാക്കി. നമുക്ക് അപ്പനെ കുടിപ്പിച്ച് മത്ത് പിടിപ്പിച്ച് കിടത്താം, അപ്പനോട് കൂടെ നമുക്ക് ശയിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവർ, 2 പെൺമക്കൾ അപ്പനെ കുടിപ്പിച്ച് ബോധമില്ലാത്ത വണ്ണം മത്ത് പിടിപ്പിച്ച് കിടത്തിയിട്ട് മൂത്തവളും ഇളയവളും അപ്പനോട് കൂടെ ശയിച്ചു. അങ്ങനെ ഈ 2 പെൺമക്കളും അപ്പനിൽ നിന്ന് ഗർഭിണികളാവുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 19-ാം അധ്യായം 36-ാം വചനത്തിൽ നമുക്ക് വേദനയോടെ ആ വചനം വായിക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് സംഭവിക്കുന്നത്. ദൈവത്തിന്റെ വിളി അനുസരിക്കാതെ, ദൈവത്തിന്റെ ആലോചന തള്ളിക്കളഞ്ഞ് നമ്മുടെ ഇഷ്ടങ്ങളിലേക്ക് പോകുമ്പോൾ പിശാച് ഈ വിധം നമ്മളെ നശിപ്പിച്ചു കളയും. സാത്താൻ ഈ വിധം നമ്മുടെ ജീവിതങ്ങളെ താറുമാറാക്കും. നമ്മുടെ കുടുംബങ്ങളെ അവൻ നശിപ്പിക്കാൻ ശ്രമിക്കും. 36-ാമത്തെ വചനം ഒന്ന് വായിച്ചു എല്ലാവരും. വചനം: അങ്ങനെ ലോത്തിന് 2 പുത്രിമാരും തങ്ങളുടെ പിതാവിൽ നിന്ന് ഗർഭിണികളായി. ഒരു അപ്പന് ഇതിനേക്കാൾ വലിയ അപമാനം കിട്ടാനുണ്ടോ പ്രിയപ്പെട്ടവരെ? എന്താ ഈ തകർച്ചയുടെ കാരണം? ഒളിച്ചോടി ദൈവത്തിന്റെ പ്ലാനിൽ നിന്ന്, ദൈവത്തിന്റെ ആലോചനയിൽ നിന്ന്. എൻ്റെ സഹോദര സഹോദരി, പൂർണ്ണമായും ദൈവഹിതത്തോട് പൂർണ്ണമായും വിധേയപ്പെടുവാൻ, കർത്താവിന്റെ ഇഷ്ടങ്ങളോട് നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ, കർത്താവിന്റെ പദ്ധതികൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. മറ്റൊരു വ്യക്തിയാണ് പ്രവാചകനായ ഏലിയ. ആരാ ഏലിയ പ്രവാചകൻ? പരിശുദ്ധാത്മാവിന്റെ തീയായിരുന്നു ഏലിയ. പ്രാർത്ഥിച്ച് കർമ്മലിന്റെ മുകളിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ നിന്ന് തീയിറക്കിയ പ്രവാചകൻ. ആഹാബ് രാജാവിന്റെ രഥത്തിന് മുൻപ് ആത്മശക്തിയോടെ ഓടിയവൻ. ദൈവത്തിന്റെ പരിപാലന കാക്കകളിലൂടെ തിരിച്ചറിഞ്ഞ ദൈവത്തിന്റെ സ്വന്തം പ്രവാചകൻ, മരിച്ചവർ ഉയർപ്പിച്ചവൻ. എന്തുമാത്രം കാര്യങ്ങൾ പ്രവാചകനായ ഏലിയായെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. എന്നാൽ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? ഒരു ഒളിച്ചോട്ടമാണ്. കർത്താവ് നിർത്തിയ ശുശ്രൂഷയിൽ നിന്ന്, ആ പ്രൊഫറ്റിക് മിനിസ്ട്രിയിൽ നിന്ന്, പ്രവാചക ശുശ്രൂഷയിൽ നിന്ന് ഏലി ഒളിച്ചോടുകയാണ്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. ശുശ്രൂഷ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. എൻ്റെ 23-ാമത്തെ വയസ്സിലാണ് മുഴുവൻ സമയം സുവിശേഷ വേലയ്ക്കായി എൻ്റെ ജീവിതത്തെ ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചത്. ബിസിനസ് ഉപേക്ഷിച്ച് പൂർണ്ണ സമയം സുവിശേഷ വേലയ്ക്കായി ജീവിതം കൊടുത്തു. 23 വയസ്സ് പ്രായം. ഈ സമർപ്പണം നടത്തി കഴിഞ്ഞപ്പോൾ ഏകദേശം 2-2.5 വർഷത്തോളം പിന്നെ ശുശ്രൂഷകളുമില്ല, ബിസിനസ്സും ഇല്ലാതെ കർത്താവ് ഇരുത്തിക്കളഞ്ഞു. ഒരുപാട് കഷ്ടതയുടെയും കണ്ണുനീരിൻ്റെയും നൊമ്പരങ്ങളുടെയും പരിഹാസങ്ങളുടെയും കുത്തുവാക്കുകളുടെയും അതുപോലെ തന്നെ അപമാനങ്ങളുടെയും തെറ്റിദ്ധാരണകളുടെയും നാളുകളായിരുന്നു ഈ 2.5 വർഷവും. അനേക പ്രാവശ്യം ചിന്തിച്ചു, തെറ്റിപ്പോയി, എൻ്റെ തീരുമാനം തെറ്റിപ്പോയി. കർത്താവിന്റെ വിളിയിൽ നിന്ന് ഒളിച്ചോടുവാൻ പലപ്പോഴും പിശാച് എന്നെ പ്രലോഭിപ്പിച്ചു. നീ എന്തിനാ ഇങ്ങനെ കാത്തിരുന്ന് കഴിയുന്നത്? നിനക്ക് ബിസിനസ് ചെയ്തുകൂടെ? വേറെ ഏതെങ്കിലും ജോലിക്ക് പോയിക്കൂടെ? കർത്താവിനെ വിളിയെന്നും പറഞ്ഞ് എന്തിനെങ്ങനെ ജീവിതം നശിപ്പിക്കുന്നത്? ജീവിതം എന്തിനാ വെറുതെ കളയുന്നത്? പലപ്പോഴും പല പ്രലോഭനങ്ങളുമായി വന്നു. ഞാൻ ചിന്തിച്ചു, ഒരു ജോലിക്ക് പോകാം, അല്ലെങ്കിൽ വീണ്ടും ബിസിനസ് വീണ്ടും ആരംഭിക്കാം. ഇങ്ങനെ പല പല ചിന്തകളും. പക്ഷേ ഈ സമയങ്ങളിലെല്ലാം കണ്ണുനീരോടെ കർത്താവിനെ ആശ്രയിച്ചപ്പോൾ വ്യക്തമായി കർത്താവിന്റെ ആത്മാവ് പറഞ്ഞു, നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിന്റെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതി. ഞാൻ തീരുമാനിച്ചു, ആർക്കും മനസ്സിലായില്ലെങ്കിലും, ആരെല്ലാം കളിയാക്കിയാലും പരിഹസിച്ചാലും അപഹസിച്ചാലും കുറ്റപ്പെടുത്തിയാലും അവരെന്നെ തെറ്റിദ്ധരിച്ചാലും
എനിക്ക് കുഴപ്പമില്ല, ഞാൻ കർത്താവിന്റെ വെളിയിൽ നിൽക്കും, ഞാൻ ഒളിച്ചോടുകയില്ല, ഞാൻ മാറിപ്പോവുകയില്ല, ഞാൻ പിന്മാറുകയില്ല. പലരും ആ സമയത്ത് പലരെയും കർത്താവ് ഇങ്ങനെ ബലപ്പെടുത്തുവാൻ എൻ്റെ അരികിലേക്ക് അയച്ചു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് വളരെ ആനന്ദത്തോടെ അഭിമാനത്തോടെ പറയാണ്, അന്ന് കർത്താവിൻ്റെ മുൻപിൽ എടുത്ത തീരുമാനമാണ് ഇന്ന് ഈ വിധം നിങ്ങളുടെ മുൻപിൽ ഇപ്രകാരം വചനം പങ്കുവെക്കുവാൻ ദൈവം എന്നെ സഹായിച്ചത്. ഇന്ന് പലപ്പോഴും സ്വപ്നമാണോ യാഥാർത്ഥ്യമാണെന്ന് തോന്നുമാറ് കർത്താവ് വിശ്വസ്തയോടെ പരിപാലിക്കുകയാണ്. കർത്താവ് ഇടപെടുകയാണ്. തന്റെ പരിശുദ്ധാത്മാവിലൂടെ ആവശ്യങ്ങൾ നിറവേറ്റുകയാണ്. നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണ്. ഗോഡ് ഈസ് ഗുഡ്. അവന്റെ നന്മയിലേക്ക്, അവന്റെ വിശ്വസ്തതയിലേക്ക് നോക്കി കർത്താവിനെ മഹത്വപ്പെടാൻ നമുക്ക് പറ്റണം. പ്രിയപ്പെട്ടവരെ, ഒളിച്ചോടുവാൻ, ദൈവത്തിന്റെ വിളിയിൽ നിന്ന്, ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് മാറിപ്പോകാൻ പലപ്പോഴും പിശാച് നമ്മളെ പ്രേരിപ്പിക്കും. പിശാചിന്റെ പരിപാടി അതാണ്. കർത്താവിന്റെ പദ്ധതിയിൽ നിന്ന് നമ്മൾ മാറ്റിക്കളഞ്ഞാൽ പിന്നെ നമ്മളെ വീഴ്ത്താൻ എളുപ്പമാണ്, നമ്മളെ നശിപ്പിക്കാൻ എളുപ്പമാണ്, നമ്മളെ തകർത്ത് കളയാൻ എളുപ്പമാണ്. എത്ര ശുശ്രൂഷകർ ഇതുപോലെ പിശാച് പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോയി. എത്ര ദമ്പതിമാരെ പിശാച് തകർത്ത് കളഞ്ഞു. എത്ര യുവജനങ്ങളെ പിശാച് മലിനപ്പെടുത്തി. ഈ ലോകത്തിന്റെ മ്ലേച്ഛതകളിൽ പെടുത്തി അവരെ മലിനമാക്കി പിശാച്. പല സമർപ്പിതരെ പോലും വഴിതെറ്റിച്ചു. പല വന്യവൈദികരെ പോലും അവിടെ പൗരോഹിത്യത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ച് കളഞ്ഞു. എന്റെ സഹോദരി സഹോദരങ്ങളെ, ഞാൻ ആത്മാവിൽ പറയട്ടെ, നമുക്ക് മനസ്സിലായില്ലെങ്കിലും എപ്പോഴും കർത്താവിന്റെ പദ്ധതിയിൽ, കർത്താവിന്റെ വിളിയിൽ, കർത്താവിന്റെ തെരഞ്ഞെടുപ്പിൽ നിൽക്കുവാൻ, ഉറപ്പോടെ നിൽക്കുവാൻ നമുക്ക് കഴിയണം. ദൈവം നമ്മളെ സഹായിക്കും. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിൽ നമുക്ക് പെട്ടെന്ന് വചനഭാഗത്തോട്ട് വരാം. 1-2 വചനങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ വായിക്കാം. ഏലിയ ചെയ്ത കാര്യങ്ങളും പ്രവാചകന്മാരെ വാളിനിരയാക്കിയ വിവരവും ആഹാബ് ജെസബലിനോട് പറഞ്ഞു. അപ്പോൾ അവൾ ദൂതനയച്ച് ഏലിയായോട് പറഞ്ഞു, നാളെ ഈ നേരത്തിന് മുൻപ് ഞാൻ നിന്റെ ജീവൻ ആ പ്രവാചകന്മാരിൽ ഒരുവന്റേതുപോലെ ആക്കുന്നില്ലെങ്കിൽ ദേവന്മാർ അതും അതിലപ്പുറവും എന്നോട് ചെയ്യട്ടെ. ഏലിയ പ്രവാചകൻ ഒരു ക്രൈസിസിലാവുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കോവിഡ് മൂലം ഇന്ന് പല ശുശ്രൂഷനും വലിയ പ്രതിസന്ധിയിലാണ്. പല മിനിസ്ട്രികളും വലിയ ഭാരത്താലാണ്. കടബാധ്യതകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മിനിസ്ട്രികൾ മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിലുള്ള സാമ്പത്തികമായ പ്രതിസന്ധികളൊക്കെ ഇന്ന് അനേകം മിനിസ്ട്രികളുടെ മുൻപിലുണ്ട്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും അധികം കർത്താവിന്റെ ശബ്ദം കേൾക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചില്ലേ, ഏത് പ്രശ്നങ്ങളിൽ ഓർക്കുക, കർത്താവിന്റെ കലവറ സമ്പന്നമാണ്. കലത്തിലെ മാവ് തീരില്ല, ഭരണിയിൽ എണ്ണ പറ്റില്ല. ചേർന്ന് പാടിക്കേ. കലത്തിലെ മാവ് തീരില്ല, ഭരണിയിൽ എണ്ണ പറ്റില്ല. വാഗ്ദാനങ്ങൾ മാറില്ല, കണ്ണീരൊന്നും പാഴല്ല. വാഗ്ദാനങ്ങൾ മാറില്ല, കണ്ണീരൊന്നും പാഴല്ല. കലത്തിലെ മാവ് തീരില്ല, ഭരണിയിൽ എണ്ണ വറ്റില്ല. അവിശ്വാസത്തോടെ പാടി, വിശ്വാസത്തോടെ പാടി. നമ്മുടെ കർത്താവ് വലിയവനാണ്, സർവശക്തനും സർവാധിപനുമാണ്. ഭരണിയിൽ എണ്ണ വറ്റില്ല. ക്രൈസിസുകളിൽ, പ്രതിസന്ധികളിൽ ഏറ്റവും അധികം ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിലായിരിക്കണം. കർത്താവിനെ അള്ളിപ്പിടിക്കണം. കർത്താവെ പറ്റുന്നില്ല, മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, കർത്താവേ കൃപ തരണമേ. നമുക്ക് വേണ്ട എനർജി, നമുക്ക് വേണ്ട പവർ കർത്താവ് നൽകും. നമ്മൾ സംശയിക്കേണ്ട പ്രിയപ്പെട്ടവരെ, എത്ര അനുഭവങ്ങളുണ്ട്. ഏലിയ വലിയൊരു പ്രതിസന്ധിയിലായി. അതുകൊണ്ട് പണമില്ലാത്തതിന്റെ പേരിൽ സുവിശേഷ വേല വിട്ടു പോകരുത്. നമ്മള് സമ്പത്ത് കുറയുന്നതിന്റെ പേരിൽ, സാമ്പത്തികമായ പ്രതിസന്ധികൾ മൂലം നമ്മൾ കർത്താവിന്റെ വേല വിട്ടു പോകരുത്.
ഒന്നെങ്കിൽ കർത്താവ് ആഹാരത്തിനുള്ള വക തരും, അല്ലെങ്കിൽ കർത്താവ് പട്ടിണി കിടക്കാനുള്ള കൃപ തരും. ഹല്ലേലൂയ. ഇതിലേതെങ്കിലും ഒന്നും നടക്കും. ഞാൻ വിശ്വസിക്കുന്നു തൻ്റെ ദാസന്മാർക്ക് വിശ്വസ്തയോടെ ആഹാരത്തിനുള്ള വക കർത്താവ് തരും. അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുവാൻ കർത്താവ് അനുവദിക്കില്ല. പ്രിയപ്പെട്ടവരെ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മൂലം, പ്രതിസന്ധികൾ മൂലം സുവിശേഷ വേല വിട്ടു പോകരുത്, കർത്താവിൻ്റെ വേല വിട്ടു പോകരുത്. സാമ്പത്തിക പ്രതിസന്ധി മാത്രമല്ല, ചിലപ്പോൾ നിൽക്കുന്നിടത്ത് കിട്ടുന്ന ചില കുത്തുവാക്കുകൾ, നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള മാനസിക പീഡകൾ, അസ്വസ്ഥതകൾ, കൂടെയുള്ളവർക്ക് നമ്മുടെ ജോലിഭാരം മനസ്സിലാക്കാൻ പറ്റാതെ, നമ്മുടെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റാതെ കൂടുതൽ കുത്തി മുറിവേൽപ്പിക്കുന്ന അനുഭവങ്ങൾ. ഇട്ടേച്ചു പോകരുത്. വിട്ടുപോയാൽ പെട്ടുപോകും. ഇതൊരു പ്രവചനമാണ്. നമ്മൾ വിട്ടുപോയാൽ പെട്ടുപോകും. പിശാച് പെടുത്തിക്കളയും, നമ്മളെ നശിപ്പിച്ചു കളയും സാത്താൻ. നോക്കിയിരിക്കുക. നമ്മളൊന്ന് പുറത്തു വരാൻ വേണ്ടി, കർത്താവിന്റെ സംരക്ഷണ വലയം വിട്ട് ഒന്ന് പുറത്തു വരാൻ വേണ്ടി സാത്താൻ കൊതിയോടെ നോക്കിയിരിക്കുക. കൊതിയോടെ. അത് കുടുംബജീവിതത്തിലാണെങ്കിലും വിട്ടുപോകരുത് കേട്ടോ. കുടുംബം വിട്ടുപോകരുത്, ബന്ധങ്ങൾ വിട്ടുപോകരുത്. സമൂഹ ജീവിതത്തിന്റെ ബഹുമാനപ്പെട്ട സമർപ്പിതരെ, ദൈവം നൽകിയ സമർപ്പണ ജീവിതത്തിന്റെ മഹത്വം മനസ്സിലാക്കി, എന്തുമാത്രം പ്രതിസന്ധി ആവട്ടെ, ക്രൈസിസ് ആവട്ടെ, നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങളാകട്ടെ, നമ്മൾ കീറിമുറിക്കുന്ന സങ്കടങ്ങളാകട്ടെ, കർത്താവിന്റെ വിശ്വാസ ശരണപ്പെട്ട് ബലത്തോടെ നിൽക്കണം. കൃപ 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 കർത്താവ് തരും. ആരും വിട്ടേച്ചു പോകരുത്, വിട്ടുപോകരുത്. കർത്താവിന് ചില പദ്ധതികളുണ്ട്. ചിലരുടെ ഈ ചങ്ക് പറയുന്ന ചില അനുഭവങ്ങളാണ് ആ മിഷന്റെ കരുത്ത്. അങ്ങനെയുള്ള ചില ജീവിതങ്ങളിലൂടെയാണ് ചില മിനിസ്ട്രികളെ കർത്താവ് വളർത്തുന്നത്. ചില കുടുംബങ്ങളുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം ഇതുപോലെ ഉരുകുന്ന ചില അമ്മമാരാകാം, ഭാര്യയാകാം, ഭർത്താവാകാം, അപ്പനാകാം, ചിലപ്പോൾ സഹോദരിയാകാം, സഹോദരനാകാം. സമർപ്പിത സമൂഹത്തിലും ഉരുകുന്ന ചില സിസ്റ്റേഴ്സ്, ചില അമ്മമാരെ, അവരുടെ വേദനാജനകമായ വില കൊടുക്കലായിരിക്കാം ആ കമ്മ്യൂണിറ്റിയുടെ, ആ കോൺഗ്രിഗേഷന്റെ തന്നെ നിലനിൽപ്പ്. എന്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിന്റെ ശബ്ദം കേൾക്കാതെ ഇട്ടേച്ചു പോരുത് കേട്ടോ. എന്തൊക്കെ സംഭവിക്കട്ടെ, കർത്താവ് കൂടെയുണ്ട്, കർത്താവ് കൂടെയുണ്ട്, കർത്താവ് കൂടെയുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പറയും, എന്റെ മേൽ ശക്തമായൊരു ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നു. ഈ കുടുംബം എനിക്ക് വേണ്ട, ഈ ഭർത്താവിനെ വേണ്ട, ഈ ഭാര്യ വേണ്ട, ഈ മാതാപിതാക്കളെ വേണ്ട, ഈ അന്തരീക്ഷം വേണ്ട, എനിക്ക് ഈ കമ്മ്യൂണിറ്റി വേണ്ട, എനിക്ക് ഈ വേല വേണ്ട, എനിക്ക് ഈ ജോലി വേണ്ട, എനിക്ക് ഈ ഓഫീസ് വേണ്ട. അരുത്, 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 അരുത്. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അവസാന ഭാഗത്തോട്ട് വരാം. 1 രാജാക്കന്മാർ 19:3 എന്താ പരിശുദ്ധാത്മ പറയുന്നത്? ഏലിയ ക്രൈസിസിന് മുൻപിലായി തന്റെ ജീവനെ പ്രതിയുള്ള ഭയം ഏലിയായി പിടികൂടി. ഏലിയ പ്രവാചകൻ എന്താ ചെയ്തത്? 3-ാമത്തെ വചനം. ഏലിയ ഭയപ്പെട്ട് ജീവരക്ഷാർത്ഥം പലായനം ചെയ്തു. അവൻ യൂദയായിൽ ബെർശബയിലെത്തി. അവിടെ വെച്ച് ഭൃത്യനെ വിട്ടുപിരിഞ്ഞു. നമുക്കൊരു സങ്കടം വരുമ്പോൾ ഭയങ്കരമായി, എല്ലാവരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ, ഈ ഹൃദയത്തിൽ വല്ലാത്തൊരു വേദന, ഒരു പെയിൻ വരുമ്പോൾ പിന്നെ അധികം ആൾക്കാരെ കൂടെയുള്ളത് നമുക്ക് ഇഷ്ടം. പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം, ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് കരയണം, ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ചിന്തിക്കണം, ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ചിലർ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുകയായിരിക്കും. ഒറ്റയ്ക്കിരിക്കണം. പിന്നെ ശബ്ദം കേൾക്കുന്നത് ഇഷ്ടമല്ല, കലപില, ആ ഒച്ചയും ബഹളമൊന്നും നമുക്ക് ഇഷ്ടമല്ല. ഏലിയ പറഞ്ഞു, ഭൃത്യനോട് പറഞ്ഞു, നീ പോയിക്കോ. ഒറ്റയ്ക്ക് ആ ലോണിനെസ്, ഏകാന്തതയിലോട്ട് വരികയാണ്. ഇവിടെ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഈ ഏകാന്തതയിലൊക്കെ പിശാച് വന്ന് കയറും, പ്രാർത്ഥനയില്ലെങ്കിൽ, കൃപയില്ലെങ്കിൽ. മനസ്സിലാവുന്നുണ്ടോ? അവിടെ അതാണ് ഹവയ്ക്ക് പറ്റിയത്. പിശാച് പെടുത്തി കളയും നമ്മളെ. ഈ ഏകാന്തതയുടെ ഈ ലോണിനെസ്, അനാഥത്വം, ഈ ചിന്തകളിലൊക്കെ പിശാച് നുഴഞ്ഞു കയറി അനാവശ്യ ചിന്തകൾ തന്ന് പലരെയും പാപത്തിന് അടിമകളാക്കും. ബ്ലൂ ഫിലിം കാണിക്കും. ആ സമയത്താണ് മൊബൈലിൽ ഈ സാധനം ചിലർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു സന്തോഷത്തിന് വേണ്ടി വാട്സപ്പിന്റെ അടിമ, ഫേസ്ബുക്ക്, ഇന്റർനെറ്റ്, ഇതൊക്കെ വേണം.
അതൊക്കെ ഒരു മിതത്വം നമുക്കുണ്ടാകണം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വൃത്തിനെ വിട്ടുപിരിഞ്ഞു. 4-ാമത്തെ വചനം 19:4 എന്താ പരിശുദ്ധാത്മ പറയുന്നത്? അവിടെ നിന്ന് അവൻ തനിയെ, ഉറക്കെ പറഞ്ഞേ, അവൻ തനിയെ പറഞ്ഞേ, അവൻ തനിയെ. ഒറ്റയ്ക്ക. ഈ വേദനയും പ്രശ്നമൊക്കെ പിന്നെ ഒറ്റയ്ക്കാണ്. പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം. പിന്നെ ഒറ്റയ്ക്കാന്ന ചിന്തയാണ്. എല്ലാവരും ഉണ്ടെങ്കിലും ഞാൻ ഒറ്റപ്പെട്ടു പോയി, ആരുമില്ല, എനിക്ക് ആരുമില്ല, എനിക്ക് ആരുമില്ല. ഇതാര് തരുന്ന ചിന്ത? പിശാച് തരുന്ന ചിന്തയാണ്. അവൻ തനിയെ എന്ത് ചെയ്തു? മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു വാടാമുൾച്ചെടിയുടെ തണലിലിരുന്നു. അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു. ഞാൻ ഈ വചനഭാഗം വായിച്ച്, എൻ്റെ ദൈവമേ, ഏലിയ പ്രവാചക, അങ്ങേക്ക് എന്ത് പറ്റി? പരിശുദ്ധാത്മാവിന്റെ തീയായിരുന്ന ഏലി അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു. അവന്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചുവെന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുക. ഈ പ്രവാചകൻ വാടാമുൾച്ചെടി തണലിരുന്ന് പ്രാർത്ഥിക്കുക, മരിച്ചാ മതി, നമ്മളും പറഞ്ഞിട്ടില്ലേ, ഈ എന്തിനാ മരിച്ചാ മതി, ഇതെന്തൊരു ജീവിത, മരിച്ചാ മതി. ശരിക്കും പ്രാർത്ഥിച്ചതിന് വേണ്ടിയിട്ട്, ആത്മഹത്യക്ക് വേണ്ടിയിട്ട്. ഡിപ്രഷനായി. തന്റെ ശുശ്രൂഷ ജീവിതത്തോട് മടുപ്പ്, വിരക്തി. പലർക്കില്ല, കുടുംബജീവിതത്തോട് വിരക്തി, മടുപ്പ്. സമർപ്പിത ജീവിതത്തോട് വിരക്തി, മടുപ്പ്. പൗരോഹിത്യ ജീവിതത്തോട് വിരക്തി, മടുപ്പ്. ദൈവം വിളിച്ച വിളിയോട് വിരക്തി. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനോട് മതി. ഇതെന്ത് തെരഞ്ഞെടുപ്പ്? അത് എനിക്കിത് വേണ്ട, മടുപ്പ്. കർത്താവ് പറയാ, മരിച്ചാ മതി. എന്തൊരു ജീവിതം ഇത്! ആർക്കും വേണ്ടാത്തൊരു ജീവിതം. ഈ ജീവിതം കൊണ്ടൊരു പ്രയോജനവുമില്ല, ഒരു അർത്ഥവുമില്ലല്ലോ ദൈവമേ. ആർക്കും വേണ്ടാത്തൊരു ജീവിതം, എനിക്ക് മരിച്ചാ മതി. നമ്മുടെ അനുഭവങ്ങളല്ലേ പരിശുദ്ധാത്മ പറയുന്നത്. പലപ്പോഴും എന്റെയൊക്കെ ജീവിതത്തിൽ ചില സമയങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ചില പ്രതിസന്ധികൾ ഇങ്ങനെ വന്ന് വരിഞ്ഞു മുറുക്കുമ്പോൾ, ദൈവമേ, എന്തിനാ ഈ ശുശ്രൂഷ ഏൽപ്പിച്ചത്? എന്തിനാ ഈ ഉത്തരവാദിത്വം തന്നത് കർത്താവേ? പലപ്പോഴും ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഇത് വേണ്ടായിരുന്നു, ഇത് രക്ഷപ്പെടാനുള്ള വഴികൾ, അല്ലെങ്കിൽ കർത്താവേ, ഇത് വല്ലാത്തൊരു ഭാരമായി പോയി. ഇതൊക്കെ നമ്മൾ മനുഷ്യരാണ് പ്രിയപ്പെട്ടവർ, നമുക്ക് ചിന്തകൾ വരും. ഏലിയ മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ സ്നേഹം കണ്ടു. ഈ സമയത്ത് എന്താ ഉണ്ടായത്? ആ വചനഭാഗം ബാക്കി വായിച്ച്, കർത്താവ് കൂടെയുണ്ട്. വാടാമുൾച്ചെടിയിൽ തണലിരുന്ന് അവൻ പ്രാർത്ഥിച്ചു. തുറന്നുള്ള വചനം, കർത്താവേ മതി, എന്റെ പ്രാണനെ സ്വീകരിച്ചാലും, എന്റെ പ്രാണനെ നീ സ്വീകരിച്ചാലും മതി കർത്താവേ, എനിക്ക് ജീവിതം മടുത്തു. നീ എന്റെ പ്രാണൻ എടുക്കുക കർത്താവേ. കർത്താവേ, എനിക്കിനി ജീവിക്കേണ്ട, ഈ ലോകത്തിൽ ജീവിക്കേണ്ട, ഒരു നിമിഷം പോലും ഈ ലോകത്തിൽ ജീവിക്കേണ്ട, എന്റെ പ്രാണനെ എടുക്കുക കർത്താവേ. തുറന്നെന്താ ഇല്ലേ പറഞ്ഞത്? ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ മെച്ചമല്ല, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ മെച്ചമല്ല. കണ്ടു, അപകർഷത ബോധം വരികയാണ്. നെഗറ്റീവ്. എന്തിനായി ജീവിതം? നെഗറ്റിവിറ്റി. ജീവിതം മൊത്തം നെഗറ്റീവായി. ഞാൻ മെച്ചമുള്ളവനല്ല, ഞാൻ പ്രയോജനമുള്ളവനല്ല. ഇനി ഞാൻ ഇവിടെ ജീവിച്ചാൽ എൻ്റെ കുടുംബത്തിന് പോലും അത് പ്രശ്നമാവും, എൻ്റെ ഭർത്താവിന് അത് പ്രശ്നമാവും, എൻ്റെ ഭാര്യയ്ക്ക് അത് പ്രശ്നമാവും, എൻ്റെ കമ്മ്യൂണിറ്റിക്ക് അത് പ്രശ്നമാവും, എൻ്റെ ജോലി സ്ഥലത്ത് പ്രശ്നമാവും. ഇനി ഞാൻ ഇവിടെ ഇനി വേണ്ട, മരിച്ചാൽ മതി. ഇതൊക്കെ നമ്മുടെ അനുഭവങ്ങളാ പരിശുദ്ധാത്മ പറയുന്നത്. പക്ഷെ കർത്താവ് പിന്നീടുള്ള വചനം നിങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവ് തൻ്റെ പ്രവാചകൻ ശക്തിപ്പെടുത്തുകയാണ്. നല്ല ചൂടുള്ള അപ്പം കൊടുത്ത് തൻ്റെ പ്രവാചകനെ കർത്താവ് അങ്ങ് ബൂസ്റ്റ് ചെയ്യാണ്, എൻകറേജ് ചെയ്യുകയാണ്. 19:9 പെട്ടെന്ന് വായിക്കാം. 9-ാമത്തെ വചനം. 1 രാജാക്കന്മാർ 19:9. അവൻ അവിടെ ഒരു ഗുഹയിൽ വസിച്ചു. അവിടെ വെച്ച് കർത്താവിന്റെ സ്വരം അവൻ ശ്രവിച്ചു. ഏലിയ, നീ ഇവിടെ എന്തു ചെയ്യുന്നു? ഇതിന് ഉത്തരമായിട്ട് ഏലിയ പ്രവാചകൻ എന്താ പറഞ്ഞത്? 14-ാമത്തെ വചനം എടുത്ത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19:14. അവൻ പ്രതിവചിച്ചു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ അതീവ തീഷ്ണതയാൽ ജ്വലിക്കുകയാണ്. ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു. കർത്താവ് പറഞ്ഞു, കർത്താവ് ശ്രദ്ധിക്കണം നിങ്ങള്, അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർക്കുന്നു, അങ്ങയുടെ പ്രവാചകന്മാരെ വാളിനിരയാക്കുന്നു, എന്റെയും ജീവൻ അവർ വേട്ടയാടുന്നു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞു, ഏലിയ, നീങ്ങനെ ആ വാടാമുൾച്ചെടിയുടെ തണലിരുന്ന് മരിച്ചു പോകേണ്ടവനല്ല, അവിടെ കിടന്ന് പുഴു അരിച്ച് ചത്തുപോകേണ്ട ഒരു വ്യക്തിയല്ല നീ. മരണം കാണാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടേണ്ടവനാ നീ.
തുറന്നുള്ള ഏലിയ പ്രവാചകനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ തിരുഹിതം, ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ, ദൈവത്തിന് ചില പദ്ധതികൾ ദൈവം അറിയിക്കുകയാണ്. ആ വചനഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. 15ഉം 16ഉം വാക്യങ്ങൾ. 19-ാം അധ്യായം 15-16. കർത്താവ് കൽപ്പിച്ചു, നീ ദമസ്കസിനടുത്തുള്ള മരുഭൂമിയിലേക്ക് മടങ്ങുക. ഇവിടെ ഹസായേലിനെ സിറിയ രാജാവായി അഭിഷേകം ചെയ്യുക. നിംഷിയുടെ മകൻ യേഹുവിനെ ഇസ്രായേൽ രാജാവായും ആബേമഹോലയിലെ ഷാഫാത്തിന്റെ മകൻ എലീഷായെ നിനക്ക് പകരം പ്രവാചകനായും നീ അഭിഷേകം ചെയ്യുക. തുടർന്ന് 18-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഏലിയയെ എൻകറേജ് ചെയ്യാൻ, നീ ഒറ്റയ്ക്കല്ല ഏലിയ, ബാലിന് മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 പ്രവാചകനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. എന്നാൽ ബാലിന്റെ മുമ്പിൽ മുട്ടുമടക്കുകയോ അവനെ ചുംബിക്കുകയോ ചെയ്യാത്ത 7000 പേരെ ഞാൻ ഇസ്രായേലിൽ അവശേഷിപ്പിക്കും. ആ പ്രതിസന്ധിയുടെ സമയത്ത് ഏലിയയുടെ സങ്കടങ്ങളും പരിഭവങ്ങളൊക്കെ മാറി ദൈവത്തെ ആശ്രയിച്ചു. ദൈവത്തിന്റെ വെളിയിൽ നിന്ന് ഒളിച്ചോടാതെ, തൻ്റെ സ്വന്തം വഴിക്ക് പോകാതെ, ദൈവത്തിന്റെ പ്ലാനിൽ, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ഏലിയ ഉറപ്പോടെ നിന്നു. കർത്താവിന് കൊടുത്ത റിവാർഡ് എന്തായിരുന്നു അവസാനം? രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായം 11ഉം 12ഉം വചനങ്ങൾ നമുക്ക് ഈ വചനഭാഗം വായിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങാം. 11ഉം 12ഉം വചനങ്ങളിൽ എന്താണ് പരിശുദ്ധാത്മ പറയുന്നത്? അവർ സംസാരിച്ചു കൊണ്ടുപോകുമ്പോൾ അതാ ഒരു ആഗ്നേയ രഥവും ആഗ്നേയശ്വങ്ങളും അവരെ വേർപ്പെടുത്തി. ഏലി ഒരു ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് ഉയർന്നു. ഏലീഷ അത് കണ്ട് നിലവിളിച്ച്, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ. ഇസ്രായേൽ രഥങ്ങളും സാരഥികളും. പിന്നെ അവൻ ഏലിയായെ കണ്ടിട്ടില്ല. അവൻ വസ്ത്രം കീറി. ആ വാട മുൾച്ചെടിയുടെ തണലിൽ പുഴു അരിച്ച് ചത്തുപോകേണ്ടവനായിരുന്നു ഏലിയ. ആണോ? അല്ല പ്രിയപ്പെട്ട, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന് ഇഷ്ടം മനസ്സിലാക്കുക. പലപ്പോഴും നിരാശ വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ പിന്നെ എല്ലാം നെഗറ്റീവാണ്. മരിച്ചാൽ മതി, എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാൽ മതി, എങ്ങനെയെങ്കിലും ഈ ജീവിതം അവസാനിപ്പിച്ചാൽ മതി. ദൈവത്തിന് നമ്മളെക്കുറിച്ച് നല്ല ഉന്നതമായ പദ്ധതികളുണ്ട്, ശോഭനമായ പദ്ധതികൾ, ശുഭകരമായ ചില പദ്ധതികളുണ്ട് നമ്മളെക്കുറിച്ച്. സ്വർഗത്തിൽ നിന്ന് കർത്താവ് അഗ്നിരഥങ്ങള്, ആഗ്നേയ രഥങ്ങൾ, അഗ്നിയശ്വങ്ങൾ, കുതിരകള്. ആ രഥത്തിൽ കുതിരകളുണ്ട്, കണ്ടു. ആ ആഗ്നേയ രഥത്തിൽ തന്റെ പ്രവാചകനെ ഇരുത്തി ദൈവം മരണം കാണാതെ ദൈവം ഏലിയായെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതാണ് ദൈവം നമുക്ക് തരുന്ന റിവാർഡ്, ദൈവം നമുക്ക് തരുന്ന ബഹുമതി, ദൈവം നമുക്ക് തരുന്ന പ്രതിഫലം. പ്രതിസന്ധികളിലും ഞെരുക്കങ്ങളിലും കുറ്റപ്പെടുത്തലുകളിലും പരാതികളിലും പ്രതിസന്ധികളിലും ദുരിതങ്ങളിലും സങ്കടങ്ങളിലും അസ്വസ്ഥരാകാതെ, വിട്ടുപോകാതെ, കർത്താവിന്റെ പദ്ധതിയിൽ ഉറപ്പോടെ വിശ്വസ്തയോടെ നമ്മൾ നിൽക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന പ്രതിഫലങ്ങൾ ഇതുപോലെയാണ്. പ്രിയപ്പെട്ടവരെ, വിട്ടുപോകരുത്, പെട്ടുപോകും. മനസ്സിലാക്കിക്കൊണ്ട് എപ്പോഴും ദൈവത്തിന്റെ പദ്ധതിയിൽ ഉറപ്പോടെ നിൽക്കുക. ദൈവത്തിന്റെ വിളിയിലും തെരഞ്ഞെടുപ്പിലും ഉറപ്പോടെ നിൽക്കുക. ദൈവം നിർത്തിയെടുത്ത്, അത് വീട്ടിലാകാം, നിന്റെ ജോലി സ്ഥലത്താകാം, ഓഫീസിലാകാം, നിന്റെ സഭാ സമൂഹത്തിലാകാം, വ്യക്തിപരമായ നമ്മുടെ ചില ഇടങ്ങളിലാകാം. എവിടെയാണെങ്കിലും ദൈവം നിർത്തിയെടുത്ത് വിശ്വസ്തയോടെ ഉറപ്പോടെ നിൽക്കുക. കർത്താവിൻ്റെ കൃപയ്ക്കെല്ലാം പുനരുദ്ധരിക്കാൻ കഴിയും. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.